കുറച്ച് നാൾ ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കും, പുതിയ ടോപ്പിക്ക് കിട്ടും, പോവും. അങ്ങനെയാണ്. നമ്മളെക്കുറിച്ചൊന്നും നാളെ ആളുകൾക്ക് ചിന്തിക്കാൻ വലിയ നേരമൊന്നുമില്ല, അവർക്കൊക്കെ വേറെ പണിയുണ്ട്, അവർ പോവും അതും ചിന്തിച്ചിട്ട്. ഞാൻ ഇതുവരെ ഉടൻപണത്തിൽ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആളുകൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് അവരെന്നെ കണ്ടു തുടങ്ങിയതേ അങ്ങനെയാണ്. ഭയങ്കര ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊരു സാധനമാണ് അവർ കണ്ടു തുടങ്ങിയത്. പക്ഷെ പച്ച ഡ്രസ്സിന് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇവരത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അവരതിനൊരു ഡിഫറെന്റ് ആംഗിളിലൊക്കെ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, പോയി ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആംഗിളിലൊക്കെ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ. അതെ, ഇൻഫാക്ട് ആ പച്ച ഡ്രസ്സ് ഇട്ടപ്പോ എന്റെ അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, ആ ഡ്രസ്സിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് എന്റെ അടുത്ത് അച്ഛൻ ഒരു തവണ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അതതിന്റെ കൂടെ ഉള്ളതാണച്ച എന്ന് പറയും. എന്റെ ചേട്ടൻ എപ്പോഴും പറയും, എല്ലാ ജനറേഷനിലും 2 ടൈപ്പ് ഓഫ് ആളുകൾ എപ്പോഴും ഉണ്ടാവും. നല്ലതും മോശം പറയുന്ന എപ്പോഴും ആളുകളുണ്ടാവും. യു കനോട്ട് എക്സ്പെക്ട് ഇത് കഴിഞ്ഞ ഉടനെ, ഈ ജനറേഷൻ കഴിഞ്ഞ ഉടനെ ഇനി വരുന്ന തലമുറ ഇങ്ങനെയായിരിക്കും. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ പാൽ മണക്കുത്, പഴം മണക്കുത്, പഴനി മലയില് എങ്കും ഒളിക്കുതാ, എങ്കും ഒളിക്കുതാ. അടിപൊളി പാട്ട്. ഇങ്ങനെ ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ആണോ? അത് എത്ര വർഷം പഠിച്ചു? 13 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചോ? ഞങ്ങളുടെ ഫാമിലിയിലൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങളിങ്ങനെ ഉത്തരം പറഞ്ഞു മടുത്തു. ഞങ്ങളൊന്നുമില്ല, ഇതിൽ കൂടുതൽ എന്താ ചെയ്യട്ടെ ഞാൻ. നമ്മൾ ഈ ഒരു ഫ്രഞ്ചൈസ് കൊണ്ട് ജീവിതം തള്ളി പിടിച്ച് അങ്ങനെയൊക്കെ പോയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ടെലിവിഷനിലൂടെ വന്ന് പ്രേമലുവിലെ വാണ്ടർലസ്റ്റായി സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമായി പറന്നുയർന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം മീനാക്ഷി രവീന്ദ്രൻ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ സീൻസ്. വെൽക്കം മീനാക്ഷി. താങ്ക് യു. ഇത്ര നേരം ഇവിടെ കണ്ടുകൊണ്ടിരുന്ന ആളല്ലല്ലോ, പെട്ടെന്ന് മാറിപ്പോയി. സ്റ്റോൺ മേക്കേഴ്സ് ഇത്ര നേരം ഇവിടെ ഇങ്ങനെയല്ല എന്നോട് സംസാരിച്ചോണ്ടിരുന്നത്. ക്യാമറ ഓൺ ആകുമ്പോൾ അങ്ങനെ ഒരു ബൈപ്പോളാർ പ്രശ്നം. അതെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളുമായി പറന്നുയർന്ന ആ സംഭവം ഉണ്ടല്ലോ, എനിക്ക് അവിടെ ഞാൻ വീണത്. മീനാക്ഷിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നത് ആ വാണ്ടർലസ്റ്റ് ഉണ്ടല്ലോ പ്രേമലുവില്, ഈ ചിറകുകൾ അരിയാൻ ശ്രമിച്ച പ്രശ്നം ഉണ്ടാക്കുമോ? എന്റെ അമ്മ, എനിക്ക് മനസ്സിലായില്ല. ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളോട്ട് പറന്നുയരുകയാണല്ലോ ഞാൻ. അതെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലൂടെ ഈ ചിറകുകള്, ഈ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകളെ വെട്ടിമാറ്റാനൊക്കെ ആരെങ്കിലും ശ്രമിച്ച പ്രശ്നം ഉണ്ടാക്കുമോ? പേഴ്സണൽ ലൈഫിൽ എനിക്ക് പ്രശ്നമുണ്ട്. അതാണല്ലോ നമ്മുടെ ഒരു ഒരു പിടുത്തം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇല്ല, സ്വാതന്ത്ര്യം ഇല്ലാതെ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ഇരുന്ന് പോയേനെ. അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിച്ച പിള്ളേരൊക്കെ ആയിട്ട്, അതായത് മറ്റേ കൺവെൻഷനൽ, കല്യാണം കഴിച്ച പിള്ളേരാണെന്ന് മോശമെന്നല്ല കേട്ടോ ഞാൻ പറയാം, ഭയങ്കര കൺവെൻഷണൽ രീതിയിൽ അങ്ങ് പോയേനെ എന്ന് പറയാം. അങ്ങനെ വെട്ടിമാറ്റാനായിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെറുപ്പം മുതലേ കുറച്ച് റിബലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരും അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നണം. റിബൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ മറ്റേ ആർക്കും ഇഷ്ടം നിഷേധിയല്ല. ഞാൻ വ്യക്തമാക്കും ആദ്യം തന്നെ എനിക്ക് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യും. അല്ല, ഞാൻ നിഷേധിച്ചൊന്നും ചെയ്യാറില്ല. അല്ല, നമ്മൾ ഈ റിബൽ ആവാന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു സാഹചര്യം, നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മൾ പെട്ടെന്ന് റിബൽ ആവുന്നത്. ഇതിലെന്തോ ഒരു തകരാറുണ്ട്, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമ്മൾക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു ചിന്ത ഇങ്ങനെ വരുമല്ലോ. ആ ഒരു ചിന്ത ഞാൻ ഉത്തരം എങ്ങനെ പറയൂ? ആ ഒരു ചിന്ത വന്നാലല്ലേ നമുക്ക് റിബൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. ആ ഒരു കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ അത് പറഞ്ഞു കണക്ക് എനിക്ക് ചെറുപ്പത്തിൽ റിബൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടുകാരോട് എതിർക്കുന്ന റിബലല്ല. ചിലപ്പോൾ അതേ പറഞ്ഞേ, ഞാൻ കൺവെൻഷണൽ രീതികൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, അതിപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ സമയത്തിലൊക്കെ, എൻ്റെ സമയത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മുത്തിയമ്മയൊന്നുമല്ല, എന്നാലും പണ്ടൊക്കെ വെച്ചപ്പോൾ ഞങ്ങളുടെ സമയത്ത് +2 കഴിഞ്ഞ് ഇപ്പോഴത്തെ പോലെ
അത്ര പോലും ഓപ്ഷൻസ് ഇല്ല. എൻജിനീയർ ഡോക്ടർ തന്നെയാണ് അന്നും. പിന്നെയും അപ്പോഴും ഇപ്പം ആർക്കിടെക്ചർ അങ്ങനെയൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്. അതായത് പ്രൊഫഷണൽ കോഴ്സുകളാണ് കൂടുതലും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. യൂട്യൂബോ അങ്ങനെ അല്ലെങ്കിൽ മീഡിയയിലേക്ക് ഇറങ്ങി ശോഭിക്കുന്ന ആളുകളൊക്കെ അന്ന് കുറവാണ്. അപ്പം എൻ്റെ സമയത്ത് അന്ന് എയർ ഹോസ്റ്റസ് ആവാൻ ഒരാൾ പോവുക എന്ന് പറയുന്നത്, ഓ എയർ ഹോസ്റ്റസ് ആണോ എന്നന്ന് ചോദിക്കും. എയർ ഹോസ്റ്റസ് ആയോ എന്ന് ചോദിക്കും. കാരണം ആ സമയത്ത് അത് ഭയങ്കര കുറവാണ്. അപ്പം എനിക്ക് എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ ആവാൻ പോയാലും എഞ്ചിനീയർ ആവാൻ പോയാലും എനിക്ക് അത്ര ബുദ്ധിയില്ല, എനിക്ക് അത്ര പഠിച്ചതെടുക്കാൻ എനിക്ക് കഴിവില്ല എന്ന് എനിക്കറിയാം. ഞാൻ അതിന് വേണ്ടി ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമാണ് കഴിവുള്ളവരൊന്നും ഇല്ല. അല്ല അങ്ങനെയല്ല, നല്ലൊരു എയർ ഹോസ്റ്റസ് അതിനൊരു കഴിവ് വേണോ? അല്ലല്ല, എയർ ഹോസ്റ്റസ് അവൻ കുറെ പഠിക്കാനുണ്ട്. അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു വെറുതെ ചുമ്മാ സർവീസ് ആണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് ഒരു ലോഡ് പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വെറുതെ പെട്ടു എന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം മാത്തമാറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ബയോളജി പരമായി അങ്ങനെ പഠിക്കുവാണല്ലോ. എനിക്കതൊന്നും ഇപ്പം എൻട്രൻസ് എക്സാം ഒന്നും എഴുതി പാസ്സാവാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പം അത് വിട്ടിട്ട് എന്നോട് ആ സമയത്ത് പറഞ്ഞവരുണ്ട്, ലൈക്ക് എഞ്ചിനീയർ ആണോ, കാരണം എൻ്റെ ബ്രാഞ്ച് സയൻസ് ആയിരുന്നു. അപ്പം എഞ്ചിനീയർ ആണോ ഡോക്ടറാണോ എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ എഞ്ചിനീയറുമല്ല ഡോക്ടറുമല്ല, എനിക്കതിനുള്ള കഴിവുമില്ല. ഞാൻ എനിക്കത് പറ്റില്ല. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ ഇതാണ്. കാരണം എനിക്ക് നേരത്തെ മുതൽ ഇതാവാൻ ആഗ്രഹമുണ്ടായിരുന്നു. ആ ജോലിയുടെ സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ആ ജോലി വേണ്ട, അത് ചീത്ത ജോലിയാ, മോശം ജോലിയാ എന്നൊക്കെ എൻ്റെ അടുത്ത് പൊതുവെ ഒരു തെറ്റായ ധാരണ എയർ ഹോസ്റ്റസിനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് ഇങ്ങനെ പറഞ്ഞിട്ടൊരു മോശം ധാരണ ഉണ്ടായിരുന്നു. എയർ ഹോസ്റ്റസ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ. അതെ, എനിക്ക് അറിയാത്ത ആളുകളാവാട്ടോ, എനിക്കറിയില്ല. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ കേൾക്കും, ഞാൻ അങ്ങനെ ആരും പറയുമ്പോൾ ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ നിഷേധിച്ച് അങ്ങനെ ഇതാക്കില്ല. എനിക്ക് അതെൻ്റെ ഏറ്റവും മറ്റേ റോക്ക് ബോട്ടമാണ്. ഞാൻ നിഷേധിച്ച് പറ്റില്ല എന്നൊക്കെ പറയാൻ അങ്ങനെ പറയാറില്ല പൊതുവെ. ഞാൻ പറയും. അതെ, ഞാൻ കേൾക്കും, എന്നിട്ട് ഞാൻ മൂളും. എടുക്കേണ്ടതാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല, അങ്ങനെ ചെയ്യുള്ളൂ. ഈ 19-ാമത്തെ വയസ്സിലെ 40,000 രൂപ ആദ്യം സാലറി വീണപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? ഞാൻ തുള്ളിച്ചാടി. നമ്മുടെ അക്കൗണ്ടിൽ ആ സമയത്തൊക്കെ ആദ്യമായിട്ടല്ലേ, അതും 19-ാമത്തെ അതെ ആദ്യമായിട്ടല്ലേ വീഴുന്നത്. ഞാൻ എന്ത് ചെയ്യും ഇത് വെച്ചിട്ട്? പക്ഷെ അന്ന് 40,000 രൂപ എന്നുള്ളതിന്റെ ഉപരി നമുക്കൊരു റിയലൈസേഷൻ വരത്തില്ല ആ സമയത്ത്. നമുക്കിത്ര 40,000 രൂപ എന്നൊക്കെ കയ്യിലും നമുക്കെന്തോ സംഭവം. കാരണം അതൊക്കെ അന്ന് വരെ അച്ഛൻ്റെ അമ്മയുടെ പിന്നെ സാലറി കയറുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് അറിയുള്ളൂ. അച്ഛൻ ഇത്ര രൂപ സാലറി നമുക്ക് അങ്ങനെ അറിയുള്ളൂ. അല്ലാതെ നമുക്കായിട്ട് ഇത്ര ഒരു എമൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ 1000ന്റെ ലക്ഷങ്ങളുടെ കോടികളുടെ സന്തോഷമാണ് മനസ്സിൽ അത്ര കയറി എന്നുള്ളത്. നമുക്ക് തന്നെയാണോ ഇത് കിട്ടിയത്, നമ്മൾ എത്ര വലിയ ആളായോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ആ സമയത്ത്. അതും ഈ ചെറിയ പ്രായത്തിൽ 40,000 രൂപ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഭയങ്കര അതൊരു വലിയ എമൗണ്ട് അല്ലേ. അല്ല, വേറൊരു സംഭവം ഉണ്ട്. ഈ ഡാൻസ് പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞല്ലോ. പൊതുവേ നമ്മൾ ഈ ഭരതനാട്യം, മോഹിനിയാട്ടം, ക്ലാസിക്കൽ ഡാൻസ് ചിട്ടയായി പഠിക്കുന്ന ഒരാൾക്ക് ഒരു മോശം പെർഫോമൻസ് കാണുമ്പോൾ ചെറുതായിട്ടൊരു ഇറിറ്റേഷനും ഒരു വിഷമവും ഒക്കെ വരുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, നടിമാർ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷമോ ഇറിറ്റേഷനോ എങ്ങനെ വന്നിട്ടുണ്ടോ മീനാക്ഷിക്ക് ആരുടെയെങ്കിലൊക്കെ പെർഫോമൻസ് കാണുമ്പോൾ? ഇല്ല, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അത് അവരവർ പഠിച്ച് ഇപ്പം ചിലവർ പല സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരുടെ സ്റ്റൈലിൽ അവർ ചെയ്യുന്ന. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാവരും അതേപോലെ തന്നെ ഫോളോ ചെയ്യും. ഇപ്പം ഞാനും ഇപ്പം നോക്കുമ്പോൾ ഞാൻ അങ്ങനെ എനിക്കൊരു പ്രോപ്പർ പ്രാക്ടീസ് അങ്ങനെ ഒന്നുമില്ല. അപ്പം നേരത്തെ ആകുമ്പോഴത്തേക്കും എല്ലാ സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ട്, പഠിക്കും. പക്ഷേ ഇപ്പം കുറച്ച് ഇങ്ങനെ തിരക്കുകൾ കൊണ്ട് സാറ്റർഡേ സൺഡേ അങ്ങനെ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല. ഞാനിങ്ങനെ പ്രോഗ്രാം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു 4-5 മാസം ഞാൻ പ്രോപ്പർ പ്രാക്ടീസ് എടുക്കും. ബേസ് ഉള്ളത് കൊണ്ട് ആ 4-5 മാസം പ്രാക്ടീസിൽ ഓക്കെ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം കാരണം അത് തിരക്കുള്ളത് കൊണ്ടാണ് എപ്പോഴും അങ്ങനെ പ്രാക്ടീസ് പറ്റാണ്ട് പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3-4 മാസം മാറ്റി വെക്കും. പുതിയ ഐറ്റംസ് പഠിക്കും, പ്രാക്ടീസ് ചെയ്യും. എൻ്റെ മാഷം വരും പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ടീച്ചർ ഉണ്ടെങ്കിൽ ടീച്ചർ വരും പഠിപ്പിക്കാൻ. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ആ പ്രാക്ടീസ് അങ്ങ് പോവും.
അപ്പം ഞാനും അങ്ങനെ പ്രോപ്പറായിട്ടൊരു പ്രാക്ടീസ് ഉള്ള ആളൊന്നും അല്ല. ചിലപ്പം ഈ പറഞ്ഞ കണക്ക് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പ്രോപ്പർ പ്രാക്ടീസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കളിക്കാൻ പറ്റാണ്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ആരുടെയും കളിയിൽ അങ്ങനെ വലിയ പ്രശ്നം നമ്മൾ ജഡ്ജ് ചെയ്യാൻ അങ്ങനെ ആൾക്കാരൊന്നും അല്ലല്ലോ. എല്ലാവരും പിന്നെ എന്താണെന്നറിയോ, ഇതൊക്കെ ഒരു സന്തോഷമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഡാൻസ് പെർഫോം ചെയ്യുമ്പോൾ അത് ഭയങ്കര, അത് ശരിക്കും ഒരു ഡാൻസർ എടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒരാൾ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കയറി കളിക്കാൻ തോന്നും. അല്ലെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ഭയങ്കര ഒരു സിനിമയിൽ ലക്ഷ്മി ഗോപാലസ്വാമി മാം പറയുന്നില്ലേ, ചിലങ്ക കെട്ടി ആടുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഭയങ്കര ട്രൂ ആണ് അത്. ഭയങ്കര മറ്റേ എന്താ പറയുക, ഭയങ്കര തത്വം വെച്ച് ഞാൻ പറയുന്നതല്ല, പക്ഷെ ഞാൻ പറയാം ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കളിക്കാൻ തോന്നും. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേജിൽ കയറുമ്പോൾ പെർഫോം ചെയ്യാൻ തോന്നും. അത് പിന്നെ ഈ പറഞ്ഞ കണക്ക് പ്രാക്ടീസിൻ്റെ കുറവുകൾ കൊണ്ട് പിഴവുകൾ സംഭവിക്കാം. അല്ലാണ്ട് ഇപ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുച്ചിപ്പുടിയിലായിരുന്നു കുറച്ചും കൂടെ. അപ്പോൾ കുച്ചിപ്പുടിയിൽ ഞാൻ സ്റ്റേറ്റ് ലെവലിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടില്ല, പക്ഷേ സെക്കൻഡും തേർഡും എ ഗ്രേഡും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് പെർഫോം ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അന്ന് എന്താ പറയുക, ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ അറിവ് ഇപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ കണക്ക് പ്രാക്ടീസ് കുറവാണ്. അപ്പം നമുക്കിപ്പോൾ അറിയില്ല. ഇപ്പം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിൽ അല്ല. ഞാൻ ഈ പലപ്പോഴും ചിലരുടെയൊക്കെ ട്രോള് കാണാറുണ്ട് ഡാൻസിന്റെ പെർഫോമൻസിന് വെച്ച്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പം ചിലവർക്ക് ഡാൻസ് പഠിച്ചവർക്ക് അത് കാണുമ്പം മോശം പെർഫോമൻസ് ആണപ്പം ഒരു ഇറിറ്റേഷൻ വരുമല്ലോ. പഠിക്കാത്തവർക്ക് പ്രശ്നമില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അത് പിന്നെ ഓരോരുത്തരുടെ മെയ് വഴക്കമൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറി പഠിക്കും. അതാണ് ഞാനും പറഞ്ഞത്, കയറി കളിക്കുമ്പോൾ എനിക്ക് പ്രാക്ടീസ് ഇല്ല എന്നിട്ട് ഞാൻ എന്തായാലും തോന്നിയ പോലെ കയറി കളിക്കില്ല. എന്തായാലും അതാണ് പറഞ്ഞത്, അതിന് മുമ്പുള്ള 3-4 മാസം പ്രോപ്പർ ചിട്ടയോടെ പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പർ പ്രാക്ടീസിനോട് ശേഷം മാത്രമേ ഞാൻ സ്റ്റേജിൽ കയറുള്ളൂ. എനിക്കത് ഭയങ്കര നിർബന്ധമാണ്. കാരണം സ്റ്റേജിൽ കയറിയിട്ട് ബോറാവരുത് എന്ന് എനിക്ക്, അത് ചിലപ്പോൾ അത് പറഞ്ഞത് പണ്ട് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പെർഫോം ചെയ്തുള്ളത് കൊണ്ടായിരിക്കും. നമുക്കത് പെർഫോം ചെയ്യുമ്പോൾ ചിട്ടയായിട്ട് പോകണം, അല്ലെങ്കിൽ ഇത് വൃത്തിക്ക് കളിക്കണം, ഇന്നത് വരുമ്പോൾ ഇന്നതുപോലെ ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് പ്രോപ്പർ പ്രാക്ടീസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോൾ പ്രാക്ടീസ് ഇല്ലെങ്കിലും പെർഫോമൻസിന് ഒരു 3-4 മാസം മുമ്പ് ഇരുന്ന് അത് പുതിയ ഐറ്റംസ് പഠിക്കാനുണ്ടെങ്കിൽ 5-6 മാസം മുമ്പേ പ്രാക്ടീസ് തുടങ്ങും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ലൈക്ക് 2-3 മാസം ഒക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ നടക്കുകയുള്ളൂ. പ്രാക്ടീസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴേ ഈ ഉടൻ പടവും അതുപോലെ തന്നെ നായകൻ ഈ ഒരു ഷോയിൽ വന്നതിന് മുൻപുള്ള മീനാക്ഷിയും അതിന് ശേഷമുള്ള മീനാക്ഷിയും, കാരണം നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഓരോ എക്സ്പീരിയൻസ് കഴിയുമ്പോഴും നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടും, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷോയ്ക്ക് മുന്നേ ഉള്ള മീനാക്ഷിയും അതിന് ശേഷമുള്ള മീനാക്ഷിയും കുറിച്ച് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? മുന്നേ ഉള്ള മീനാക്ഷിയാണോ കൂടുതൽ ഇഷ്ടം, അതിന് ശേഷമുള്ള മീനാക്ഷിയാണോ ഇഷ്ടം? അല്ല, ഇഷ്ടം അങ്ങനെ വേണ്ട, ആ ഒരു മാറ്റം എങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളത്. എനിക്കങ്ങനെ ഇപ്പോൾ ഉടൻപണം കഴിഞ്ഞ് അതിന് മുമ്പ് എന്നല്ല ഞാൻ കാണുന്നത്. എൻ്റെ ഓരോ ഏജിലും വരുന്നൊരു മെച്ചോറിറ്റി ആണ്. അതിപ്പം അതിൽ ഉടൻപണത്തിലും നായികനായകനിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവിടെ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കാരണം മാറി എന്നൊന്നും ഞാൻ. അല്ല, അവിടെ ആയിരുന്നല്ലോ ഈ ട്വിസ്റ്റ് നടന്നത്, ലൈഫിൽ വലിയൊരു ട്വിസ്റ്റ് നടന്നത് അവിടെ നടന്നത്. ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ എത്തി എന്നുള്ളതാണ് അവിടുന്ന് ഉണ്ടായ ഒരു മാറ്റം. അത് പ്രൊഫഷണൽ മാറ്റമാണ്, പേഴ്സണൽ മാറ്റങ്ങൾ അങ്ങനെ ആ ഒരു ഈ 2 പ്രോഗ്രാമുകൾ കൊണ്ടുണ്ടായതല്ല. ഇമ്പ്രൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ ഞാൻ നല്ലോണം ഇവോൾവ് ചെയ്തത് ഓരോ ഏജിലും. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങളോട് ഞാൻ കുറച്ചുകൂടെ ഓപ്പണായിട്ട് സമീപിക്കുന്ന ഒരാളാണ്. അതായത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താൻ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്, ഞാൻ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഞാൻ ഇന്നലത്തെ ഞാനല്ല ഇന്നത്തെ ഞാൻ ഡിഫറെൻ്റ് ആണ്. അതായത് ഡിഫറെൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ആളെന്നല്ല, പക്ഷെ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഏറ്റവും വലിയ മെച്ചോറിറ്റിയും നമ്മുടെ ഏറ്റവും വലിയ കഴിവും എന്ന് പറയുന്നത്. നമ്മളിൽ ആ മാറ്റം മനസ്സിലാക്കി നമ്മൾ മെച്ചോർഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തോന്നുന്നു. അപ്പോഴാണ് ആസ് എ പേഴ്സൺ നമ്മൾ ബെറ്റർ ആവണമല്ലോ. അല്ലാതെ നിന്നിട്ടില്ലേ 10ാം ക്ലാസ് ചിന്തിച്ച പോലെ തന്നെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു
ഞാൻ ഐ എം ഓപ്പൺ ടു തിങ്സ്. ഇപ്പൊ പ്രതിസന്ധികളോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും നമ്മളെന്ന വ്യക്തി എന്താണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നത്. അതെ അതെ true. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫിൽ ഇപ്പോൾ ഒരു സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നായികമാരുണ്ട്, ഒരുപാട് പേര് അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറിയതിന് ശേഷം ഒബ്വിയസ്ലി ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഷൂട്ടിന് വരുന്നതിന് മുന്നേ തന്നെ പലതും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരം പ്രതിസന്ധികൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? കാരണം വളരെ ചെറിയ ഏജ് ആണല്ലോ, അപ്പോൾ വളരെ സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മീനാക്ഷിയുടെ വേ ഓഫ് അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഞാൻ വളരെ ചിരിച്ചോണ്ടാണ് ഡീൽ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചിരിച്ചോണ്ട് ഡീൽ ചെയ്താൽ മതിയോ? അതിനൊക്കെ പോരെ, എന്തിനാ വെറുതെ അനാവശ്യ ടെൻഷൻ? അതൊക്കെ ഭയങ്കര, ഞാൻ മനസ്സിലാക്കിയത് അനാവശ്യ സ്ട്രെസ്സാണ് ലൈഫിൽ. നമുക്ക് ഒന്നാമത്തെ കാര്യം ഓപ്പൺ ടു ക്രിറ്റിസിസം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ. നമ്മൾ ക്രിറ്റിസിസം അത് ആവശ്യമുള്ളത് എടുത്താൽ മതി, ഇല്ലാത്തത് അങ്ങ് കളഞ്ഞാൽ മതി. അത് ചിരിച്ചോണ്ട് ഡീൽ ചെയ്യുന്നതാണ് നല്ലത്. അയ്യോ, ഞാൻ ഇതിനെപ്പറ്റി ഇത്ര ഗാഢായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം. പക്ഷെ എവിടെ എങ്ങനെ പെരുമാറണം, റിയാക്ട് ചെയ്യണം എന്നുള്ളതെന്ന ബോധം നമുക്ക് വേണം, അത് വേറെ കാര്യം. അല്ലാണ്ട് ഒരു പ്രശ്നം വന്ന് പോയ ഉടനെ അങ്ങ് ടെൻഷനായി ഡൗൺ ആയാൽ തീർന്നു, നമ്മുടെ ഫ്യൂൽ അവിടെ കഴിയും, പിന്നെ ബ്രേക്ക് ഡൗൺ ആയി പോകും നമ്മൾ. ഒരിക്കലും നമ്മളെ ഉള്ളിലെ പേടി പുറത്ത് കാണിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അങ്ങനൊന്നുമില്ല, അതൊക്കെ ഇപ്പൊ മനുഷ്യന്മാരല്ലേ, ഉള്ളിൽ പേടി ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ കാണിച്ചോ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അതല്ല, അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പെട്ടെന്ന് അങ്ങനെ പാനിക്കാവരുത്. ഉണ്ടാവൂലോ, എത്ര നാളുണ്ടാവും, കുറച്ച് നാൾ ഇതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കും, പുതിയ ടോപ്പിക്ക് കിട്ടും, പോവും. അങ്ങനെയാണ്. നമ്മളെക്കുറിച്ചൊന്നും നാളെ ആളുകൾക്ക് ചിന്തിക്കാൻ വലിയ നേരമൊന്നുമില്ല, അവർക്കൊക്കെ വേറെ പണിയുണ്ട്, അവർ പോവും അതും ചിന്തിച്ചിട്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഞാൻ എല്ലാത്തിനെയും ചിരിച്ചോണ്ട് അപ്രോച്ച് ചെയ്യുന്ന ആളാണ്. അത് ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ ചിരിച്ചോണ്ട് അപ്രോച്ച് ചെയ്ത ആളാണ്. ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. അതേ പറഞ്ഞ എന്താണെന്നറിയോ, അതെനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ ആരെയും മൈൻഡ് ചെയ്തില്ല, അങ്ങനല്ല. അതെനിക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് അല്ലെങ്കിൽ നാളെ അത് എനിക്ക് തന്നെ ടെൻഷനാവും. നാളെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത് 100 തവണ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. എനിക്ക് ഞാനാവാൻ പറ്റില്ല. അപ്പം ഇറ്റ്സ് ബെറ്റർ ടു ഡീൽ ഇറ്റ് ദാറ്റ് വേ എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചപ്പോൾ ഇപ്പം ഉടൻ പണത്തിലും നായികയിലും കണ്ട ആ ഒരു മീനാക്ഷിയല്ല സിനിമയിൽ വന്നതിന് ശേഷം കണ്ട മീനാക്ഷി. കാരണം അത് വേ ഓഫ് ലുക്കാണെങ്കിലും ഡ്രസ്സിങ്ങിലാണെങ്കിലും തന്നെയും ഒരുപാട് മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ നമുക്കറിയാമല്ലോ, അതായത് ഏതൊരു നടിയാണെങ്കിലും അവർക്കിഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അത് ഈ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് ആകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും മോശപ്പെട്ട കമൻ്റ് ഇടും, ഇതേപോലെ പാപ്പരാസികൾ ഇങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ പറയുക നടക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളെ സൊസൈറ്റി ഇങ്ങനെ ഇവോൾവിങ് പ്രോസസ്സിലാണ്. അപ്പോൾ ഇവോൾവിങ് പ്രോസസ്സിലാകുമ്പോൾ അവർക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ഡ്രസ്സിങ്ങോ വേ ഓഫ് ലുക്കോ കണ്ടാണെങ്കിൽ അവരതിനെ മാക്സിമം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ അറ്റാക്കിനെ നമുക്ക് തടയാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ളൊരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ആ ധൈര്യമുള്ള ആളാണല്ലേ മീനാക്ഷി? തീർച്ചയായും. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനിതിനെ ഒന്ന് വിശദമായിട്ട് അനലൈസ് ചെയ്താൽ എന്താ സംബന്ധിച്ച്, ഇപ്പോൾ ഉടൻ പണം പോലത്തെ ഒരു പരിപാടി, അതിന് അവരാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഉടൻ പണം പോലത്തെ ഒരു പ്രോഗ്രാമിൽ എന്നെ പോർട്രേ ചെയ്തേക്കുന്നത്, അതായത് ഒരു ചാനലിൽ നമ്മൾ വരുമ്പോൾ, ഇപ്പോൾ ചേച്ചി ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ, അപ്പം കുറച്ചുകൂടെ TV പ്രേക്ഷകരിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മളത്രയും ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ ഭയങ്കര സെക്സി ആയിട്ട് ഡ്രസ്സ് ചെയ്യോ അങ്ങനെയൊന്നുമല്ല, നമ്മളെ അവിടെ പോർട്രേ ചെയ്യുന്ന രീതിയെ ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാൻ ഇതുവരെ ഉടൻ പണത്തിൽ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആളുകൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് അവരെന്നെ കണ്ടു തുടങ്ങിയതേ അങ്ങനെയാണ്. ഭയങ്കര ഗേൾ നെക്സ്റ്റ് ഡോർ എന്നൊരു സാധനമാണ് അവർ കണ്ടു തുടങ്ങിയത്. പെട്ടെന്ന് ചിലപ്പോൾ അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പോൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ദാറ്റ്സ് ഓക്കെ. ഇപ്പം ഞാനൊരു ഇവന്റിന് പോയപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. ഒരു പച്ച ഡ്രസ് ഇട്ടപ്പോൾ അല്ലേ? പച്ചയല്ല, അതിന് മുമ്പ് ഒരു പിങ്ക് ഉണ്ട്. പച്ചയല്ല, ഒരു പിങ്ക് ഉണ്ട്. പിങ്ക്, അതെ. അപ്പോൾ പിങ്ക് അത് ആക്ച്വലി ഒരു അനിരുദ്ധ് ഷോയ്ക്ക് ഞാൻ പോയതാ. ഞാൻ അവിടെ പോകുമ്പം എൻ്റെ ചേച്ചി എനിക്ക് സത്യമായിട്ട്, കാരണം അന്ന് കൊറോണ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് പുറത്തൊരു ഉടൻ പണം കഴിഞ്ഞ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ അങ്ങനെ പബ്ലിക് ഷോയിലൊന്നും ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഇങ്ങനെ നമ്മളെ കവർ ചെയ്യാൻ മീഡിയ ഉണ്ടാവും. കാരണം
ഞാനും ഒരു സാധാരണക്കാരനെ പോലാണ് ആ സമയത്ത് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഉടൻമണം കൊറോണയുടെ സമയത്താണല്ലോ കുറച്ച് ഇതാവുന്നത്. അല്ല പക്ഷെ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആളല്ലേ സ്വതവേ അതെ, ഇങ്ങനെ പക്ഷെ ഒരു ഓൺലൈൻ ഞാനിതൊരു മീഡിയാസ് ഇവന്റിനൊന്നും പോയിട്ടില്ല. ഞാൻ ഇതുവരെ പോയ ഒരു ഇവന്റിനും അങ്ങനെ ഓൺലൈൻ മീഡിയാസ് കയറി ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ അധികം ഇവന്റ്സ് ഞാൻ അതിന് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്കൊന്നും അങ്ങനെ ഇന്റർവ്യൂസും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു പബ്ലിക് ഇവന്റ് അങ്ങനെ പാപ്സ് വരുന്ന പബ്ലിക് ഇവന്റ് ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇവന്റ് അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ധാരണ അവിടെ കോൺസേർട്ട് ആണല്ലോ. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്നേ ചിന്തിക്കുന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടത് ആളുകളിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടു. അല്ല മീനാക്ഷി സംബന്ധിച്ചിടത്തോളം അത് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക്. ഞാൻ വിചാരിച്ച അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഓ ഇത് ഇങ്ങനെയാണല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നീട് മീഡിയയിൽ നിന്ന് അങ്ങനെ കുറച്ച് ബാക്ക്ലാഷ് വന്നപ്പോഴത്തേക്കാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇതാണ്. അപ്പൊ ഞാൻ അതിന് റിയാക്ട് ചെയ്യുന്നതിൽ അപ്പോഴും എനിക്ക് മനസ്സിലായത് ശരിയാ, ചിലപ്പോൾ ആളുകൾ എന്നെ കണ്ടേക്കുന്ന ഈ രീതിയിലായതുകൊണ്ടായിരിക്കാം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഞാൻ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. ഇതാണ് പേഴ്സണലി ഞാൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം അത് പറയുന്നത്. അല്ല ഞാൻ ആ ഗ്രീൻ ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കുന്ന മീനാക്ഷിയെ കണ്ടപ്പോൾ മീനാക്ഷിയുടെ മുഖത്ത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ക്യാമറ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മീനാക്ഷിയുടെ മുഖത്ത് ആ ഒരു ഡിസ്റ്റർബൻസും ഇറിറ്റേഷനും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മീനാക്ഷിക്ക് അറിയാം, കാരണം ഡ്രസ്സിങ് ഇങ്ങനെ ആണെങ്കിൽ ഇതേപോലെ പാപ്പരാസികൾ പിന്നാലെ. അയ്യോ, ആ പച്ച ഡ്രസ്സിനൊന്നും അങ്ങനെ വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. സത്യം ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് അതേ പറയുന്നത്, ഇങ്ങനെ ഒരു ഇവന്റിനൊക്കെ അന്ന് ആളുകൾ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ പച്ച ഡ്രസ്സിന് അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇവരത് ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അവരതിനൊരു ഡിഫറെന്റ് ആംഗിളിലൊക്കെ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, ഓ ഇതിന് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആംഗിളിലൊക്കെ മോളിൽ നിന്നൊക്കെ. അതെ, ഞാൻ നോക്കുമ്പോ പിങ്ക് ഡ്രസ്സ് പോലെ അല്ലല്ലോ. പിങ്ക് ഡ്രസ് ഇറ്റ് വാസ് ക്രോപ്പ് ടോപ്പ് ആയിരുന്നു. ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഡീപ്പ് നെക്ക് ആയിരുന്നു. ഇത് ഇങ്ങനെ വരും എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അതാ പറഞ്ഞേ, നമ്മളെ കുറേ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് വട്ടായി പോകും. അത് ശരി തന്നെയാണ്. പക്ഷെ ഇതാണ് ഇതേപോലെ ഈ സൈബർ അറ്റാക്കുകൾ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, കാരണം പ്രധാനമായിട്ട് ഇത്തരം അറ്റാക്കുകൾ നമ്മളെ ആയിരിക്കില്ല, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ആയിരിക്കും. അച്ഛൻ, അമ്മ, നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ്, അവരെയൊക്കെ ആയിരിക്കും കൂടുതൽ പ്രശ്നമല്ല. എൻ്റെ ഫ്രണ്ട്സ് പൊതുവെ കൂടുതലും ഇപ്പം ഞാൻ അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് കൂടുതലും സിനിമയാണ്. അവർക്കൊക്കെ വരുന്നത് അവർക്ക് അറിയാം. അപ്പോൾ ഇറ്റ്സ് ഫൈൻ എന്നുള്ളത് തന്നെയുള്ളൂ. പക്ഷെ അമ്മയ്ക്കും അച്ഛനൊക്കെ കുറച്ചൊരു വിഷമം. കാരണം അവര് വിഷമിക്കാനുള്ള മെയിൻ കാരണം ചിലപ്പോൾ ഈ ബന്ധുക്കളൊക്കെ വന്ന് അയ്യോ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നേ, മോൾ എന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നേ എന്ന് വന്ന് അവര് ഫോർച്ചുനേറ്റ്ലി എൻ്റെ ബന്ധുക്കൾ ആരും ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്ന്. പക്ഷെ അച്ഛനും അമ്മയും അച്ഛനും ഇവിടെ നാട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. നാട്ടുകാരിങ്ങനെ ആരെങ്കിലും ഒക്കെ പറയും അതെന്താന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ആൻസറബിൾ ആവുമ്പോൾ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇൻഫാക്ട് ആ പച്ച ഡ്രസ്സ് ഇട്ടപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ആ ഡ്രസ്സിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് എൻ്റെ അടുത്ത് അച്ഛൻ ഒരു തവണ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ അതതിൻ്റെ കൂടെ ഉള്ളതാണച്ചാ എന്ന് പറയും. ഇപ്പം അവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പം ആദ്യം കാണുമ്പോൾ ഇങ്ങനെയാണോന്നൊരു അത്ഭുതം അവർക്കുണ്ടാവും. ഇപ്പം നമ്മുടെ അത്രയും പോലും എക്സ്പോഷർ പേരൻസിനില്ലല്ലോ. അപ്പോൾ ഒരു അത്ഭുതമുണ്ട്. അല്ലാതെ അതാ പറഞ്ഞ, വെരി ഫോർച്ചുനേറ്റ്ലി അവരൊന്നും ഇതിൻ്റെ പേരിൽ എന്നെ ഇതൊരു അറ്റാക്ക് ചെയ്തിട്ടില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പോഴും ഞാനിങ്ങനെ ഇരിക്കുന്നത്. അല്ല എനിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ മീനാക്ഷി ഇട്ടിരിക്കുന്ന ഇതുപോലത്തെ ഡ്രസ്സ് എനിക്ക് ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുപോലുള്ള അറ്റാക്കിനെ ഫേസ് ചെയ്യാനുള്ള മനോധൈര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാത്തത്. എനിക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ വേറൊരു ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഭയങ്കര അഭിമാനം കൊള്ളണമല്ലോ, നമ്മളുടെ കോൺഫിഡൻ്റ് ആയിരിക്കണം. നമ്മുടെ ശരീരം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയുടെ ശരീരത്തിൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ സൊസൈറ്റി അതിന് പലപ്പോഴും ഈ സംസ്കാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കെട്ടിവലിച്ച് അതെനിക്കൊന്നും നമ്മുടെ നാട്ടിൽ നോർമൽ അല്ലാത്തതുകൊണ്ടാണ്. അത് അങ്ങനെ നോർമൽ അല്ലല്ലോ, അതുകൊണ്ടാണ്. അത് ഇനി നോർമൽസിലേക്ക് വരും എന്ന് തോന്നുന്നുണ്ടോ മീനാക്ഷി? പിന്നെ ആവട്ടെ, എല്ലാവരും ഓരോ വർഷത്തിന് ജീവിക്കട്ടെ, അങ്ങനെയല്ല, നോർമലാവും. ഇപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ മാറിയില്ലേ? കുറേ മാറി. പണ്ട് ഇപ്പോൾ സാരി ഉടുക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ ചുരിദാർ ഇടുന്ന പെണ്ണെന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിൽ നിന്നും
ഇപ്പം ഇത് ഓക്കെ ആണെന്ന് പറയുന്ന പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. അതെ അതെ. പണ്ട് ചിലപ്പോൾ ഒരു 5% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50 വരെ എത്തിയിട്ടില്ലെങ്കിലും ഒരു 30-40 വരെ എത്തിയിട്ടില്ലേ, അത് മാറും, എന്തായാലും മാറും. ഇപ്പം എൻ്റെ ജനറേഷനിൽ നിൽക്കുന്നവർക്ക് ആ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇനി വരുന്ന ജനറേഷൻസിൽ, ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് അത് ഇല്ലയെന്നാണോ? എല്ലാവർക്കും അത് ആ മാറ്റം വരും, എന്തായാലും വരും. പക്ഷേ ഈ പറഞ്ഞ കണക്ക് എപ്പോഴും എൻ്റെ ചേട്ടൻ എപ്പോഴും പറയും, എല്ലാ ജനറേഷനിലും 2 ടൈപ്പ് ഓഫ് ആളുകൾ എപ്പോഴും ഉണ്ടാവും. നല്ലതും മോശം പറയുന്ന എപ്പോഴും ആളുകളുണ്ടാവും. വി കനോട്ട് എക്സ്പെക്ട് ഇത് കഴിഞ്ഞ ഉടനെ, ഈ ജനറേഷൻ കഴിഞ്ഞ ഉടനെ ഇനി വരുന്ന തലമുറ ഇങ്ങനെയായിരിക്കും. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഈ രമേഷ് പിഷാരടി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിരിക്കില്ല 10 വർഷം കഴിഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അല്ലേ? ആണാണ്. ഇപ്പോഴത്തെ നമ്മളെ ശരികളായിരിക്കില്ല, അന്ന് ഇനി വരാൻ പോണ ജനറേഷന് നമ്മളെ ശരികൾ വളരെ റോങ് ആയിരിക്കും. അല്ല, അതാണ് ഇപ്പം നമ്മുടെയൊക്കെ ജനറേഷനിൽ പിള്ളേരെ തല്ലി വളർത്തണം എന്ന് പറയില്ലേ, ഇപ്പം അങ്ങനെ പറ്റൂ? ഇപ്പം അതങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ നമ്മുടെ ശരികൾ, അതാ ഞാൻ പറഞ്ഞത്, വി ഷുഡ് ബി ഓപ്പൺ ടു ക്രിറ്റിസിസംസ്. അല്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് ശരി, അടുത്ത ജനറേഷൻ വരുമ്പോഴും ഞാൻ ഇതന്നെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഇപ്പം പണ്ട് സിനിമകളിൽ ബോഡി ഷെയ്മിങ് ഓക്കെ ആയിരുന്നു, ഇപ്പം സിനിമകളിൽ ബോഡി ഷെയ്മിങ് ഓക്കെ അല്ല. നമ്മൾ കാലത്തിനനുസരിച്ച് മാറുകയാണല്ലോ, പഠിക്കുകയാണല്ലോ. അല്ല, ഈ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ഈ ബോഡിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, സൈസ് കുറവാണ്, പൊക്കമില്ലായ്മ, അതൊക്കെ എപ്പോഴെങ്കിലും മീനാക്ഷിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിഷമം? ഇതൊക്കെ വിഷമിക്കാനൊരു കാരണം അല്ല, സാധാരണ നമ്മൾ ഈ വണ്ണം കൂടുമ്പോഴാണ് എല്ലാവർക്കും ഒരു വിഷമം വരുന്നത്. പക്ഷേ എനിക്ക് മീനാക്ഷി വളരെ ഓക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നെയും കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും വന്നിട്ട് വണ്ണം വെച്ചോ നേരത്തെ കാര്യം, കുറച്ച് കൈ ഇവിടെയൊക്കെ കുറച്ച് ഇറച്ചി വെച്ചിട്ടുണ്ട്, വയറ് ചാടിയുണ്ട്, എല്ലാം എങ്ങനെ മാറും അങ്ങനെ മാറട്ടെ. വണ്ണം വെക്കണോ വെക്കട്ടെ, വണ്ണം വെക്കുന്നില്ലേ വെക്കണ്ട. ഞാൻ മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. എൻ്റെ ഹെറിഡിറ്ററി വണ്ണം ഇല്ലാത്തതാ. ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് വണ്ണമുണ്ട്, അച്ഛൻ തീരെ മെലിഞ്ഞിട്ടാണ്. ഞാൻ ഇപ്പൊ വരെ മനസ്സിലാക്കുന്നത് എനിക്ക് അച്ഛൻ്റെ ശരീരപ്രകൃതമാണ്. എന്നെ കാണുമ്പോൾ ആളുകൾ പറയും വണ്ണമില്ല, എൻ്റെ ഹെറിഡിറ്ററിയാണ്, ഞാൻ എന്ത് ചെയ്യും? അത് തന്നെ. അല്ല, എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഇനി വണ്ണം വെച്ചാ ചേച്ചി എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നം. ആൾക്കാരെങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഒരു സുഖം, അത്ര. അപ്പൊ നമ്മൾ കേൾക്കാ പ്രത്യേകിച്ച്. എൻ്റെ അടുത്ത് എപ്പോഴും പറയുമല്ലോ വണ്ണം ഫുഡൊന്നും കഴിക്കുന്നില്ലേ, ഇടയ്ക്ക് ഞാൻ നല്ല മൂഡില അല്ലെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ വണ്ണമൊക്കെ കുറച്ച് വെക്കുന്ന പറയുമ്പോൾ ഞാൻ പറയും എനിക്കിഷ്ടമല്ല എന്ന് പറയും. അതിഷ്ടല്ലാത്ത ആണെന്തോ എനിക്കിഷ്ടമല്ല എന്ന് പറയും. ചിരിച്ചോണ്ടേ ഞാൻ പറയുള്ളൂ, എന്തോ എനിക്കിഷ്ടമല്ല എന്ന് പറയും. ഇഷ്ടല്ലേ? അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിലും കുറച്ച് വണ്ണില്ലാത്തതാ നല്ലത്, പെട്ടെന്ന് ട്രാക്ക് മാറ്റ്. ഞാൻ പറഞ്ഞു ഇത് എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഈ ആൾക്കാരെന്നെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത ഞാൻ പെട്ടെന്ന് ഡൗൺ ആവുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഇപ്പോൾ മീനാക്ഷി പറഞ്ഞല്ലോ എല്ലാം ചിരിച്ചോണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക. ഇങ്ങനെ ചിരിച്ചോണ്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഞാനെങ്ങനെ ശ്രമിച്ചാലും എനിക്കത് പറ്റുന്നില്ല. ഇത് ഈ ചിരിച്ചോണ്ട് ഇങ്ങനെ ഈ ക്രിട്ടിസിസത്തിന് റിയാക്ട് ചെയ്യുന്ന ഈ ഒരു വിദ്യ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് അത് സ്വായത്തമാക്കിയത്? എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി, സത്യമായിട്ടും. ചിലപ്പോ ബുദ്ധിയില്ലാത്തോണ്ടായിരിക്കും. ചേച്ചിക്കൊക്കെ ചാനലൊക്കെ നല്ല ബുദ്ധിയുണ്ടല്ലോ, ചേച്ചി ന്യൂസ് റീഡറൊക്കെ അല്ലായിരുന്നു. എനിക്ക് അത്രയൊന്നും ചിന്തിക്കാറില്ല, ഞാൻ അത്രയും ചിന്തിച്ച് തല പുകയ്ക്കൂല. എനിക്ക് എപ്പോഴും എൻ്റെ ടെൻഷൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഇമ്പ്രൂവ് ആവണം എന്നുള്ളതേ ഉള്ളൂ. എനിക്കല്ലാതെ ഞാൻ പുറത്ത് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ ചുറ്റുമുള്ള ഫ്രണ്ട്സും അങ്ങനെ കേട്ടോ. ഇപ്പം ഞാനൊരു വർക്ക് ചെയ്യുമ്പം അതിനകത്ത് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ അവനിക്ക് പറഞ്ഞു തരും. അപ്പം ഇപ്പം ഞാനൊരു സാധനം അഭിനയിച്ചാൽ ഇപ്പം ചില സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും. എടി ഇവിടെ ഇങ്ങനെ ചെയ്യാമായിരുന്നു, നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, കുറച്ചുകൂടെ ബെറ്റർ ആവും എന്ന് പറയുന്നത്. എനിക്കൊന്നും എൻ്റെ ഫ്രണ്ട്സ് സർക്കിളും ഭയങ്കര അങ്ങനെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറുപ്പം ഇപ്പം നേരത്തെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം ചെറുപ്പത്തിൽ ചിലപ്പോൾ എൻ്റെ നാട്ടിൽ നിക്കറിട്ടോണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവില്ല ചിലപ്പം. ഞാൻ പക്ഷെ ഇട്ടുകൊണ്ട് നടന്ന് ചെറിയ ബെർമൂഡൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പം പൊതുവേ ഈ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പേ അവിടുന്ന് ഇവിടുന്ന് നാട്ടുകാരുടെ ചെറിയ ഇങ്ങനെ ഒരൾച്ച ഉണ്ടാവുമല്ലോ, അത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. പക്ഷേ എല്ലാവരോടും എൻ്റെ പെരുമാറ്റം
ഐ സ്റ്റിൽ ബിലീവ്, എൻ്റെ ഒരു വിശ്വാസമാണത്, ഞാൻ എല്ലാവരോടും നന്നായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ ആരോടും മോശമായിട്ട് പെരുമാറാറില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ആരും അങ്ങനെ ഒരു മോശം എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടോ, ചിലപ്പോൾ അതാ പറയാം, ചിലപ്പോൾ ധൈര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് മോശമാവണ്ടോ എന്ന് വിചാരിച്ചിരിക്കാം എൻ്റെ അടുത്ത് അങ്ങനെ വന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ മടിയുള്ളതുമാവാം, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരോട് ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ പോലും പറഞ്ഞിട്ടുള്ളത്, അവൾ ഞങ്ങളുടെ മുമ്പിൽ നിന്നല്ല ഇട്ടുകൊണ്ട് പോയത്, ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം എന്തിനാ നിങ്ങൾക്കെന്ന്. അത് ഞാൻ അന്നും അത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പം അത് കുറേയും കൂടെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തി. പണ്ട് നാട്ടിൽ 3-4 പേരുണ്ടായിരുന്നത് ഇപ്പം 30-40 പേരായി എന്നുള്ളതേ ഉള്ളൂ ഡിഫറൻസ്. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ശീലങ്ങൾ കാണും, ഇഷ്ടങ്ങൾ കാണും. അപ്പോൾ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് പ്രയോറിറ്റീസ് കാണും. ഈ ശീലങ്ങളും ഇഷ്ടങ്ങളും പ്രയോറിറ്റീസൊക്കെ നമുക്ക് ശരിയായിരിക്കും. നമുക്ക് ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഞാനല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഒരു സാഹചര്യവും നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. കുറേ നേരം ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കാന്നുള്ളത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഞാനൊക്കെ അങ്ങനെ കുറേ നാൾ നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. നല്ല ശീലം. അപ്പം എനിക്ക് തന്നെ എന്നോട് ഒരു ഭയങ്കര വല്ലായ്മ തോന്നി. കാരണം നമ്മളെ മിസ്സായാൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പൊതുവെ ഈ ഫിലിം ഫീൽഡിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ്? കാരണം നമുക്ക് നമ്മളായി തന്നെ നിൽക്കുക എന്നുള്ളത് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണോ? പേഴ്സണൽ ലൈഫിൽ നമുക്ക് അങ്ങനെ നിൽക്കാം, പക്ഷെ ഒരു പ്രൊഫഷണൽ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളായി എത്രത്തോളം നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും? നല്ല ചോദ്യം. നമുക്ക് നമ്മളായി ചിലപ്പോൾ ചിലപ്പോൾ നിൽക്കാൻ പറ്റും, ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പൊ നമ്മളായിട്ട് നിൽക്കാൻ പറ്റാത്തടത്തേക്ക് പോകാണ്ടിരുന്നാൽ മതി നൈസായിട്ട്. അങ്ങനെ പോവേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം. ക്രിറ്റിസിസംസ് വരുമ്പോൾ മിണ്ടാണ്ടിരുന്നാൽ മതി. അതായത് നമ്മളൊന്നിന് റിയാക്ട്, അതാ ചേച്ചി ഞാൻ പറഞ്ഞത്. അതായത് ആളുകൾ എന്തായാലും പറയുമല്ലോ, 2 സൈഡ് എന്തായാലും പറയും. അതൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എന്ന് തോന്നുന്നു. അത് ഭയങ്കര ഓക്കെ അല്ലേ? 2 സൈഡും ഉണ്ടാകുന്നത് ഭയങ്കര ഓക്കെയാണ്. അങ്ങനെ ആളുകൾ പറയുന്നതിലും എല്ലാത്തിനും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. ആസ് ഇൻ സൈബർ ബുള്ളിങ് ഓക്കെ ആണെന്നല്ല പറയുന്നത്, ദാറ്റ് ഇസ് റോങ്. അല്ലാതെ നമുക്ക് എല്ലാത്തിനും റിയാക്ട് ചെയ്യാൻ പറ്റില്ല ചേച്ചി. അതായത് അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് അത്രേ ഉള്ളൂ. വി ഹാവ് ബിഗർ ഫിഷ് ടു ഫ്രൈ. എന്തിനാ വെറുതെ നമ്മളിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നല്ലേ? ആവശ്യമില്ലല്ലോ. എന്തായാലും വരും എന്നുള്ള ഉറപ്പിൽ. പിന്നെ അതിന് അനാവശ്യ കാര്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ റിയാക്ഷൻ അതൊന്നും വേർത്തല്ല, കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേണ്ട. അനാവശ്യമായിട്ട് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഉണ്ടെന്ന് അതേ പറയാം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അങ്ങനെ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടുമില്ല. ഇതുപോലെ ഇൻ്റർവ്യൂസിനൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയും. അല്ലാണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജിലോ അല്ലെങ്കിൽ ആകെ ഇൻസ്റ്റഗ്രാം മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫിലിം ഫീൽഡാണ്, പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പം ചില നടിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില ആൾക്കാരിൽ നിന്ന് മോശം പെരുമാറ്റം ഉണ്ടാകുന്നു, മോശം സംസാരം ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്നാമത് മീനാക്ഷി ഇപ്പം അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ? അത്തരത്തിലുള്ള മോശം ഒരു പെരുമാറ്റം, സംസാരം? ഇല്ല, എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഇല്ല. പക്ഷെ അതായത് മറ്റുള്ളവർക്ക് വരില്ല അല്ലെ വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാനും പറ്റില്ല. എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ വന്നാൽ തന്നെയും അത് വളരെയധികം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യാൻ അതിനുള്ള ധൈര്യവും ആത്മവിശ്വാസവും മീനാക്ഷിക്കുണ്ട്. അറിയത്തില്ല ചേച്ചി, അത് മീനാക്ഷി ചിലപ്പോൾ നല്ലോണം ട്രോളി വിടും എന്താ എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല, നമുക്ക് നല്ലോണം ട്രോളും. അല്ല, അതാ പറഞ്ഞ നമുക്ക് അറിയില്ല നമ്മുടെ ആ സമയത്ത് മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഇത് വരുമ്പോഴല്ലേ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവാം, നമുക്കറിയില്ല. അത് വരാത്തടത്തോളം ഞാനിപ്പോൾ എന്താ പറയാ, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അതുകൊണ്ടാ ഇപ്പം ബാക്കിയുള്ളവർക്ക് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാ വന്നേ ഞാൻ അറിയത്തില്ല എങ്ങനെയായിരിക്കും. ആ സമയത്ത് വരുമ്പോ എന്താവോ, ആ സമയത്ത് മൂഡ് പോലെ. അതെ, ആ സമയത്ത് മൂഡ് പോലെ. ഇപ്പൊ പ്രേമലൂല് വാണ്ടർലസ്റ്റ് ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് ആ ലാസ്റ്റത്തെ ആ സോങ് ഒക്കെ ഉണ്ടല്ലോ, പാൽ മണക്കത്. അതൊക്കെ ഇങ്ങനെ പാടി ഒപ്പിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനൊരു മ്യൂസിക്കൽ ഫാമിലിതാ. അത് എങ്ങനെ പാട്ട് ഇങ്ങനെ ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. ആണോ? അത് എത്ര വർഷം പഠിച്ചു?
13 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചോ? ഞങ്ങളുടെ ഫാമിലിയിൽ അതൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. അതായത് എൻ്റെ വീട്ടില് അമ്മയുടെ ഫാമിലി മ്യൂസിക്കൽ ഫാമിലിയാ. എൻ്റെ മൂത്ത അമ്മാവൻ പാട്ടുകാരനായിരുന്നു. അമ്മാവൻ ഇപ്പം ഹിസ് നോ മോർ. അമ്മാവൻ പാട്ടുകാരനായിരുന്നു, മാഞ്ഞൂർ രമേശ്. അമ്മാവൻ്റെ വൈഫ് RLB ഭരതനാട്യം, അതാണ് ഡാൻസ് ടീച്ചർ എന്ന് നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ആളെൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ എനിക്ക് വോക്കൽ കോഡിന് പ്രശ്നം വന്നിട്ട് അമ്മ നിർത്തി. എനിക്ക് വോക്കൽ കോഡിന് പ്രശ്നമായിരുന്നു, പാട്ട് അമ്മ നിർത്തി. മൂന്നാമത്തെ ആള് ഘടമാർട്ടിസ്റ്റാണ്, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ. ഏറ്റവും ഇളയ ആള് വയലിൻ, മാഞ്ഞൂർ രഞ്ജിത്ത്. അങ്കിളിൻ്റെയും വൈഫ് കലാമണ്ഡലം മോഹിനിയാട്ടം, കലാമണ്ഡലം ശ്യാമ, ആളും ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചിറ്റപ്പൻ ആകാശവാണിയിലായിരുന്നു, ആലപ്പുഴ G ചന്ദ്രശേഖരൻ നായർ. പുള്ളി മൃദംഗം ആർട്ടിസ്റ്റാണ്. മൂപ്പരുടെ മോനും മൃദംഗം ആർട്ടിസ്റ്റായിരുന്നു. സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്നു. ഇത്രയും കലാകാരന്മാരുടെ ഫാമിലി. അതാ ഞങ്ങൾ ചെറിയ മറ്റേ അന്യന്റെ ഫാമിലിയില് രാത്രി ട്രെയിനിൽ ട്രിപ്പ് പോകാൻ വരുന്ന പാടില്ല, അതുപോലെയാണ് ഞങ്ങളുടെ ഫാമിലിയില്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലേൺ ഡാൻസ് അല്ലെങ്കിൽ മ്യൂസിക് പെർക്കഷൻ whatever, എന്തെങ്കിലും പഠിച്ചിരിക്കണം. ഇല്ല ഞങ്ങൾക്ക് മുഖം കൊണ്ട് കോക്കറെങ്കിലും കാണിച്ചില്ല, ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. 13 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ച ആളല്ലേ? അതാ ഞാൻ വിചാരിച്ചു പാട്ട് പഠിക്കാത്ത ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്ത ആളായിരിക്കുമെന്ന്. പക്ഷെ എന്നാലും ആ ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. പണ്ട് ഞാൻ സ്കൂളിൽ പാട്ട് കോമ്പറ്റീഷൻ ഒക്കെ ചെയ്തായിരുന്നു, ലൈറ്റ് മ്യൂസിക്, ക്ലാസിക്കൽ മ്യൂസിക്. നല്ലൊരു നല്ലൊരു സിനിമ ഗാനം. ഇപ്പൊ തുടരും സിനിമയിൽ ഒരു പാട്ട് പാടാം. അയ്യോ വന്നിട്ട് വേണം, എനിക്ക് ഇപ്പൊ തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത സാധനം. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴൊന്ന് കളിച്ചാണ്. വന്നിട്ട് പാട്ട് പാടാതെ പോവുകയാണ്. അലമ്പ, ഇനി അടുത്ത മെറ്റീരിയൽ ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കാം കാച്ചിക്കാന്ന് പറഞ്ഞിട്ട്. എന്നാ പാൽമണക്കതെങ്കിലും ഒന്ന് പാടാം. അയ്യോ അതെങ്കിലും ഒന്ന് പാടാം. അതും പാടൂലേ? പാലുണക്കത് പാടാം, അതെന്തായാലും ട്രോൾ മെറ്റീരിയൽ ആയല്ലോ. പക്ഷെ ഞാൻ ഒരു നല്ലൊരു ലളിതഗാനോ ഒരു സിനിമാ ഗാനോ 13 വർഷം. എനിക്ക് പണ്ടത്തെ കോൺഫിഡൻസ് ഒന്നും ഇല്ല. ഞാനിപ്പോ പ്രാക്ടീസ് ചെയ്യാറ്, അതുകൊണ്ടല്ല എനിക്ക് വോക്കൽ കൊണ്ട് ബ്ലിസ്റ്റേഴ്സ് വന്നു. അങ്ങനെ ഞാൻ നിർത്തുന്നത്. അതായത് പൂര വെള്ളിക്കട കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വീട് വെക്കാം, അതുപോലത്തെ വെള്ളി. അപ്പം അങ്ങനെ വന്നപ്പോ പാട്ട് വോക്കൽ കൊണ്ട് പ്രശ്നം കൊണ്ട് നിർത്തിക്കോളാം പറഞ്ഞ് നിർത്തി. എന്നാ പാൽമണക്കെന്തെങ്കിലും പാട്ട്. പാൽമണക്ക് പാടാം. പാൽ മണക്കുത്, പഴം മണക്കുത്, പഴനി മലയില് എങ്കും ഒളിക്കുതാ, എങ്കും ഒളിക്കുതാ. അടിപൊളി. അടിപൊളിയോ? ഗിരീഷിന് അറിയായിരുന്നു പാട്ട് പാടുന്നുള്ളത്? ഗിരീഷനെ പറഞ്ഞു തന്നത്. പാൽമണക്ക് ഏത് പാടണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കള്ള കൊച്ചുകള്ള പോലത്തെ പാട്ടത്തിന്റെ പാടാം. ഗിരീഷാനെ ചോദിച്ചപ്പോൾ ഗിരീഷാനെ പറഞ്ഞു ഇങ്ങനെ പണ്ട് വൈറലായ ഒരു പാട്ടുണ്ട്, അതറിയോ എന്ന് ചോദിച്ചു. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അറിയാം. അല്ല, ഈ പാട്ട് പഠിച്ചിട്ടുള്ള കാര്യം അറിയായിരുന്നു ഗിരീഷിന്? ഓർക്കും അറിയില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം ഈ അടുത്തൊരു ഡിവോഷണൽ സോങ് പാടി ഇറങ്ങിയിരുന്നു. എന്താണ് അത്? ഒന്ന് പാടാമോ? ഡിവോഷണൽ സോങ് അല്ലേ, അതൊന്ന് പാട്. ഞാൻ മറന്നുപോയി. ആണോ? എന്നാ പിന്നെ നമുക്ക് ഓർത്തിട്ട് നമുക്കത് പാടാം. ഈ വാണ്ടർലസ്റ്റിലെ ആ വാണ്ടർലസ്റ്റ് എന്ന കഥാപാത്രം ഉണ്ടല്ലോ, ശരിക്കും അത് മീനാക്ഷി തന്നെ അല്ലേ? ഏകദേശം ഒരു 90% മീനാക്ഷി തന്നെ. കൈൻഡ് ഓഫ് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഇത് ഗിരീഷ് ഇത് എങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. മാത്രമല്ല ആ കഥാപാത്രം ബേസിലിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? ആണോ? ബേസിൽ കമന്റ് ഒക്കെ ചെയ്തല്ലോ ആ കഥാപാത്രത്തിന്. അതൊന്നും കണ്ടില്ലേ ഇപ്പോ? ഇല്ല. ബേസിൽ ജോസഫ് ഡയറക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കമന്റ് ഒക്കെ ചെയ്തു. സോറി, ഏതിന്റെ ഇടയില്? ഇൻസ്റ്റഗ്രാമില്. ആണോ? കൊള്ളാം, ബെസ്റ്റ് ആളാണ്. അയ്യോ, ഞാൻ ഇൻസ്റ്റഗ്രാമിലെ വൻ പരാജയം കേട്ടോ. എനിക്ക് അത് അറിയില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ അത് കണ്ടില്ലേ ഇപ്പോ? ഇല്ല. ആ മീനാക്ഷിയുടെ ആ വാണ്ടർലസ്റ്റ് എന്ന കഥാപാത്രം ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഏതിന്റെ താഴെ? ഇൻസ്റ്റഗ്രാമില് ബേസിൽ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. അല്ല, ഏത് പോസ്റ്റിന്റെ? അത് ബേസിലിന്റെ തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതെ? അയ്യോ, ഞാൻ കണ്ടില്ല. കണ്ടില്ലല്ലേ? ഞാൻ കണ്ട്. ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത്? ഇപ്പോഴല്ലേ ആളെ കാണുന്നത്. അപ്പൊ ഇപ്പോഴല്ലേ ആളെ എന്റെ മുന്നിൽ കൂട്ടിരുത്തിയത്. ഇന്ന് എന്നെ പോയിട്ട് മെസ്സേജ് അയക്കണം.
അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാനത് ഞാൻ കണ്ടപ്പോ ഇങ്ങനെ അറിഞ്ഞില്ല വിചാരിച്ചു, കേട്ടോ. ഞാൻ വിചാരിച്ചു മീനാക്ഷി ഇത് കണ്ടു കാണുമെന്ന്. ഇല്ലില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ബേസിൽ അത് ഭയങ്കരമായിട്ട് ആ കഥാപാത്രവും മീനാക്ഷിയുടെ പെർഫോമൻസും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല. ആ പോസ്റ്റ് ഇപ്പോഴും ഉണ്ടോ? ഞാൻ പണ്ടെപ്പോഴോ കണ്ടതാണ്. ഇപ്പോഴും സ്റ്റോറി ആയിരിക്കും. സ്റ്റോറി പോലെ ഞാൻ കണ്ടതാണ് ബേസിലിന്റെ ഒരു പോസ്റ്റ്. മനസ്സിലായി. എന്തായാലും നമുക്ക് കുഴപ്പമില്ല. ഞാൻ ബേസിലിനോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ തപ്പിയെടുക്കാം. ഞാൻ തപ്പിയെടുത്ത് ഞാൻ അപ്പൂന് അയച്ചു കൊടുക്കാം. മറക്കരുത് കേട്ടോ, അപ്പൊ കൊല്ലും ഞാനത് മറന്ന. അടുത്ത പരിപാടിക്ക് ഞാൻ വരൂല തന്നില്ലെങ്കിൽ. ബസൂക്ക ആയിരുന്നല്ലേ ലേറ്റസ്റ്റ് റിലീസ്? അതെ അതെ. ബസൂക്ക അത് സംഭവം സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, മമ്മൂക്കെ കാണുമ്പം ഭയങ്കര ഗ്ലാമർ ആണെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മമ്മൂക്കെ കാണുമ്പോൾ ഗ്ലാമർ ആണെന്ന് പറഞ്ഞു പോകും. അത്രയ്ക്ക് ഞാൻ മമ്മൂക്കെ കണ്ടപ്പോൾ ഞാനും ഇതേപോലെ ഞാനും ഇങ്ങനെ നോക്കിയിരുന്നു പോയി, എന്താ ഗ്ലാമർ എന്താ ഗ്ലാമർ എന്ന് ആരായാലും പറഞ്ഞു. പക്ഷെ ആ ഒരു ഡയലോഗ് സ്ക്രിപ്റ്റിൽ എഴുതിയ ഡയലോഗാണ് അല്ലെ? സ്ക്രിപ്റ്റിൽ എഴുതിയ ഡയലോഗ് നമുക്ക് ആർട്ടിസ്റ്റുകൾ അത് പറയാന്നുള്ളതാണ് ആർട്ടിസ്റ്റുകളുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഒരു പെർഫോമൻസിന് വിമർശനം വരുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആ പെർഫോമൻസിനെ കുറിച്ചൊരു വിമർശനം വന്നായിരുന്നു. എന്നെ കൊണ്ട് അതെല്ലാം പറയിപ്പിക്കുമല്ലേ വിശദമായിട്ട്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കേരളത്തിലെ ഒരു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബർ മീനാക്ഷിയുടെ ഡയലോഗ് ഭയങ്കര അരോചകമായി പോയി, വെറുപ്പിക്കലായി പോയി. എപ്പോഴും ഈ മമ്മൂക്കെ കാണുമ്പോൾ ഇങ്ങനെ ഗ്ലാമറാണെന്ന് ഇങ്ങനെ പറയുന്നത് ഭയങ്കര വെറുപ്പിക്കലായി പോയെന്ന് പുള്ളിക്കാരൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പം ഇപ്പോഴാണ് ആളറിയുന്നതല്ലേ. അപ്പം അത്തരം വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അയ്യോ, ഞാൻ എന്ത് പറയാനാ, എനിക്ക് ഡയലോഗ് തന്നു, ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ റിവ്യൂസ് ഒക്കെ അങ്ങനെ ഇപ്പം പ്രൈമലോ കഴിയുമ്പോൾ തന്നെ റിവ്യൂസ് ഒക്കെ കാണുമല്ലോ, അങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കാറുണ്ടോ? എന്താ വെച്ചല്ലേ, സിനിമ റിവ്യൂവേഴ്സിന്റെ റിവ്യൂസ് അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പോ സിനിമയുടെ എനിക്ക് ഒരു സിനിമ കാണാൻ നേരത്ത് വളരെ ഫ്രഷ് ആയിട്ട് പോയി കാണണം. എനിക്ക് അവിടുന്ന് ഒന്നും കേൾക്കണ്ട. ഞാൻ എങ്ങനെയാണോ ആ പടം ഇറങ്ങിയത് ഫസ്റ്റ് ഡേ ഉള്ളത് അങ്ങനെ പോയി. എനിക്ക് ഇപ്പൊ റീൽസ് ഇതാക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഇങ്ങനെ മീംസ് വരില്ലേ, അങ്ങനെ വന്നാൽ തന്നെ ഞാൻ കടട എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വിടും. അങ്ങനെ ഞാൻ റിയാക്ഷൻസ് ഞാൻ ഫോളോ ചെയ്യാറില്ല. അല്ല, മീനാക്ഷിയുടെ പെർഫോമൻസുകൾ, സിനിമയിലെ പെർഫോമൻസുകൾ, ഇപ്പൊ മാലിക്കിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. മാലിക്കിൽ എന്താണ് ഫഹദ് കയ്യിൽ എഴുതിയെന്നുള്ളത് അത് കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി അതായത് അടുത്ത തലമുറയിലെ ആളാണ്. അതല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവിടെ ഒരു ലേഡി ഒരു കുട്ടീനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലേഡി എന്തോ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ആ പ്രശ്നത്തെ കുറിച്ചാണ് അത് ഞാൻ ഡയറിയിൽ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അത് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു, അതായത് ഫഹദിന്റെ ക്യാരക്ടർ മരിക്കുന്നതിന് മുന്നേ ഞാൻ ഡയറിയിൽ എന്തോ എഴുതുന്ന ഒരു ഷോട്ട് എന്തോ കാണിക്കുന്നുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് ഞാൻ ആക്ച്വലി കയ്യിൽ എഴുതിയതാണ് ഡയറിയിൽ എഴുതുന്നത്. അതായത് ഉപ്പയ്ക്ക് എപ്പോഴും ഡയറിയിൽ എഴുതി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആര് പ്രശ്നം വന്ന് പറയുമ്പോഴും. അപ്പം അന്ന് ആള് ഹജ്ജിന് പോവാണല്ലോ, അപ്പം എനിക്ക് കയ്യിൽ എഴുതി തന്നു, ഞാനത് കോപ്പി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് വേറൊന്നുമല്ല, ഞാൻ അടുത്ത തലമുറ നീ തന്നെ. കാരണം മൂപ്പര് മരിക്കാൻ പോവാന്നുള്ളത് മൂപ്പർക്ക് അപ്പൊ അറിയില്ലല്ലോ, അങ്ങനൊന്നല്ല. അല്ല, നമ്മളൊക്കെ വിചാരിച്ചത് അടുത്ത തലമുറയുടെ ആള് അല്ലല്ല, എന്തോ അന്ന് വന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ മൂപ്പര് എനിക്ക് എഴുതാം. ഞാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മൂപ്പരുടെ ഡയറിയിൽ എഴുതി വെക്കുക. അങ്ങനെ ഞാൻ അച്ഛനായിട്ട് വളരെ ക്ലോസ് ആണ് ആ ക്യാരക്ടർ അതിൽ. അപ്പം അത് എഴുതി വെച്ചു, വേറൊന്നുമില്ല, ട്വിസ്റ്റ് ഒന്നുമില്ല. അല്ല, ഈ പൊതുവെ റിവ്യൂസ് ഒക്കെ ഇപ്പം സ്വന്തം പെർഫോമൻസിനെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇപ്പൊ വാണ്ടർലസ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് അത് കുറെ പേര് ഷെയർ ചെയ്ത്, കാരണം അതാണ് ഇപ്പം അങ്ങനെ ഒത്തിരി പേരിലേക്ക് എത്തിയൊരു ക്യാരക്ടർ. എനിക്കത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ് കുറെ പേര് ഷെയർ ചെയ്ത് തന്നിരുന്നു, ഇങ്ങനെ നല്ല റിവ്യൂസ് വന്നിരുന്നതും. പക്ഷെ ഈ ബേസിൽ ജോസഫിന് ആരും ഷെയർ ചെയ്ത് തന്നിട്ടില്ല. ഒരു മനുഷ്യൻ, ഞാൻ ഇപ്പൊ അറിയുന്നത് ബേസിൽ ജോസഫ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ മീനാക്ഷിയുടെ തലവരെ മാറും. അതെ അതെ, നേരത്തെ സൈഡിൽ കൂടെ ആയിരുന്നു, ഇപ്പൊ നടുക്കൂടായി വരാ, നന്നായി മാറി. പിന്നെ അപ്പൊ അങ്ങനെ അതൊക്കെ ചെറിയ സ്നിപ്പറ്റ്സ് ഇങ്ങനെ ഫ്രണ്ട്സ് അയച്ചു തരുമല്ലോ, ഈ ക്യാരക്ടർ നന്നായിരുന്നു, പക്ഷെ അങ്ങനെയൊക്കെ അയച്ചു തരുന്നുള്ളൂ. അല്ലാതെ ഞാനായിട്ടൊരു റിവ്യൂ ഒന്നും അങ്ങനെ ഒന്നും ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ എന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, എടി ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തരും. അതൊക്കെ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഒരു എയർ ഹോസ്റ്റസിന്റെ റോള് ചെയ്യണമെന്നുണ്ടോ? അത് അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ആഗ്രഹം, എനിക്ക് നീർജ പോലെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്, ഭയങ്കര ഇഷ്ടം എനിക്ക്.
എയർ ഹോസ്റ്റസ് ആ ഒരു ജോലിയിൽ നിന്ന് മാറിയോ? ബേസിലൂടെ തന്നെ അങ്ങ് ചോദിക്കേ. ശരിയാ. എപ്പോഴാ അടുത്ത വിമാനപ്പടം എടുക്കുന്നത്? അതെ, ഇനിയിപ്പോ ആ ജോലിയിൽ നിന്ന് മാറിയതിന് എന്തെങ്കിലും വിഷമമുണ്ടോ? വിഷമുണ്ട്. പിന്നെന്താ മാറിയെന്താ? ഇതിഷ്ടമായത്. അപ്പൊ രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടം അതല്ലേ. അപ്പം കൂടുതൽ ഇഷ്ടം അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അത് പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഒരു സാധനം ഉണ്ടല്ലോ, കൂടുതൽ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. രണ്ടുപേരും പോലും ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊന്നും മുത്തം തരാൻ പാടില്ല എന്നൊന്നും ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് അത് ഈ പറഞ്ഞ വളരെ ചെറുപ്പത്തിൽ നിന്ന് ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയല്ലേ ഇത്. പിന്നെ നമുക്ക് ഇതിന്റെ റൂട്ട് എവിടുന്ന് തുടങ്ങണം തീർക്കണം എന്നൊന്നും അറിയില്ലല്ലോ. ഇതങ്ങനെ വന്നു പോയൊരു സ്ഥലം. ഇഷ്ടമായിരുന്നു, പിന്നെ പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് കണ്ടപ്പോൾ എന്നാ ഈ വഴി പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയതാ. മറ്റത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയായിരുന്നു, ഭയങ്കര നല്ല ജോലിയായിരുന്നു. നമുക്ക് ഒത്തിരി പേരെ മീറ്റ് ചെയ്യാം, ഒത്തിരി ആളുകളെ ഡെയിലി കാണാം. ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ. ഒരു ഫ്ലൈറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു 200 പേരുണ്ടാവും. അടുത്ത ഇപ്പം ടേക്ക് ഓഫ് ലാൻഡിങ്ങും അത് അടുത്ത ഇതിന് ഫ്ലൈറ്റിന് വരെ. അപ്പം ഒത്തിരി പേരെ നമുക്ക് മീറ്റ് ചെയ്യാം ഒരു ദിവസം തന്നെ. നമുക്ക് ആ ദിവസങ്ങളിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം നമ്മൾ അന്നൊരു 50 പാസഞ്ചേഴ്സിനാണ് ഡീൽ ചെയ്യുന്നത്, 50 പാസഞ്ചേഴ്സിന് 50 എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അടിപൊളി ജോലിയാണ്. പിന്നെ എനിക്കിപ്പോഴും അതുപോലെ എനിക്കിപ്പോഴും ആളുകളെ ഇങ്ങനെ സെർവ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഭയങ്കര. വീട്ടിലാരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഞാൻ ഓറാക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട്സ് അറിയാം തുടങ്ങി ഞാൻ മറ്റേ ചായ, എൻ്റെ സ്പെഷ്യൽ കൂട്ടിൻ്റെ ചായ ഒക്കെ ഇട്ട് ഒരു പ്ലേറ്റിൽ കാഷ്യൂനട്ട് പ്ലേറ്റിൽ ബദാമൊക്കെ അങ്ങോട്ട് പറയും തുടങ്ങി അവളുടെ ഓറാക്കലെന്ന് പറയുന്നത്. വളരെ ലൈക്കബിൾ ക്യാരക്ടർ ആണല്ലേ മീനാക്ഷി. എല്ലാവർക്കും മീനാക്ഷി പെട്ടെന്ന് കാണണ്ടവരല്ലേ പറയുന്നത്, എനിക്കെങ്ങനെ അറിയാം. അല്ല, പെട്ടെന്ന് മീനാക്ഷിയോട് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നും, ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നും. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ചെറുതായി തോന്നി വരുന്നുണ്ട്. നശിപ്പിക്കരുത്. നമ്മളെ ഈ പൊതുവേ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഈ ചില ഷോർട്ട് ഫിലിംസിലൊക്കെ ശ്രദ്ധിക്കപ്പോൾ, ഇപ്പോഴല്ല കുറച്ചു കാലമൊക്കെ മുന്നേ ആയിരുന്നു, ഈ കലുപ്പനും കാന്താരിയും എന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ നമ്മളെ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ. ഇപ്പോഴും ഇപ്പോഴും അവിടെ എവിടെയൊക്കെ എല്ലായിടത്തും അതിന്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു കലുപ്പനായിട്ടുള്ളൊരു ചേട്ടൻ, കാന്താരി ആയിട്ടുള്ളൊരു പെണ്ണ്, ക്യൂട്ട്നെസ് വാരി വിതറുന്ന നായിക. അപ്പോൾ ഞാനിങ്ങനെ മീനാക്ഷി കണ്ടപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, നമുക്ക് നമ്മളായി തന്നെ നിൽക്കാൻ പറ്റുക എന്നുള്ളതുണ്ടല്ലോ, അതിനൊരു ധൈര്യം വേണം, അതിനൊരു കോൺഫിഡൻസ് വേണം. ഈ റിലേഷൻഷിപ്പിൽ മീനാക്ഷിയെ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, ആ ആൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണോ അതോ അങ്ങനെയാണ്? ഞാൻ കുറച്ചൊന്ന് ക്രിയേറ്റീവായി വളർച്ചയായിട്ട് സൈഡിൽ കൂടെ പറയത്. ഞാൻ ഈ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടല്ലോ, അതിൽ മീനാക്ഷിയും ഡെയിനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, നമ്മളെ മൈൽ സ്റ്റോണിൽ തന്നെ. നിങ്ങൾ രണ്ടുപേരും വളരെ ക്യൂട്ടായിട്ടുള്ള ജോഡിയായിട്ട് എനിക്ക് തോന്നി. കാരണം രണ്ടുപേരും കെമിസ്ട്രി വളരെ നല്ലതായിട്ട് തോന്നി. നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ, നാട്ടുകാർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, കല്യാണം കഴിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഞങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു മടുത്തു. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഇതിൽ കൂടുതൽ എന്താ പറയാ ചെയ്യട്ടെ ഞാൻ. ഈ നാട്ടുകാരിത് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്താ ചെയ്യാ മീനാക്ഷി? അല്ല, കലിപ്പന്റെ കാന്താരി എന്നൊക്കെയാണെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് 20-21 വയസ്സില് എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് അവസാനം 20-21 വയസ്സ് അന്നുണ്ടായിട്ടുണ്ട്. അന്ന് എന്റെ ചേട്ടായി ഭയങ്കര കലിപ്പായിരുന്നു. ഞാൻ കാന്താരിയായിരുന്നു. ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാന്താരിയായിരുന്നു കാര്യമായിട്ടും. അതെന്താണെന്നറിയോ, അതെനിക്ക് തോന്നുന്നു നമ്മുടെ കുറെയൊക്കെ കണ്ടീഷനിങ്ങിന്റെ പ്രശ്നമാണ്. ചില കാര്യങ്ങൾ ഇങ്ങനെ ആവണം, ഇങ്ങനെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അപ്പുറത്തുനിന്ന് മറ്റേ കലിപ്പിട്ടാലും നമ്മൾ ഇത് ഓക്കെ അല്ലേ എന്ന് ചിന്തിച്ചിട്ട് നമ്മളാണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നത്. അത് ആ പ്രായത്തിലെ മണ്ടത്തിൽ. അതൊരു 20-21 വയസ്സ് 21 വയസ്സിലത് പോയി. അന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല, അതെനിക്ക് മനസ്സിലായി. അല്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാവാനുള്ള ഒരു പ്രധാന കാരണം ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ്. അന്ന് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, അതൊന്നും അല്ല. അല്ല, സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ് എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉപബോധ മനസ്സിൽ ആരൊക്കെയോ ഇങ്ങനെ ഇൻജെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിലൊരു ഫാന്റസി ആണെന്ന് തോന്നുന്നു നമ്മൾ അന്നത്തെ സിനിമകളിലൊക്കെ കാണുന്നത്. അതെ അതെ,
ഫാൻറ്റസൈസ് ചെയ്യുമല്ലോ നമ്മൾ, എന്നെ ഭയങ്കര കെയർ ചെയ്യണം, എന്നെ ഭയങ്കര കെയറിംഗ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൊട്ടക്റ്റിങ് കേട്ടോ, അല്ലാതെ നോർമൽ കെയറിംഗ് അല്ല. നോർമൽ കെയറിംഗ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം, ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും കെയർ ചെയ്യണം ഇങ്ങോട്ടും കെയർ ചെയ്യണം, അതല്ല. അല്ലാണ്ട് മറ്റേ പ്രൊട്ടക്റ്റ് ചെയ്യല്ലോ, ഒരു ഓക്കെ ഞാൻ ഇന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകണം എന്നിട്ടൊരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുക, ഇവിടെ നിന്നാൽ അത് ശരിയാവില്ല, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര ഓക്കെ ആണെന്നാണല്ലോ, പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മാത്രം ഓക്കെ അല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മളും ഈ പറഞ്ഞ കണക്ക് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാൻ ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഇപ്പോഴേ ഞാനിപ്പോഴും ശ്രദ്ധിക്കും, ഇപ്പം കല്യാണങ്ങൾ വളരെ കുറവാണ്. അപ്പം ഒരു കല്യാണം കൂടാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. സദ്യ ഉണ്ട്, ഇങ്ങനെ നല്ലൊരു സാരി ഉടുത്തോണ്ട് പോവുക. പക്ഷെ ഇപ്പം ആരും കല്യാണം ഒന്നും കഴിക്കുന്നില്ല. ഇന്റിമേറ്റ് വെഡിങ് ആണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പം കല്യാണം വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം പെൺകുട്ടികൾക്കൊന്നും കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ആ ഒരു സിസ്റ്റത്തിനോടും കണ്ടീഷനോടും ഒക്കെ എന്നുവെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് എന്തിനാണ് കുഴി പോയി ചാടുന്നതെന്നുള്ളതാണ്. എന്താണ് മീനാക്ഷിക്ക് നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു മാരേജ് സിസ്റ്റം ഉണ്ടല്ലോ, അത് കണ്ടീഷൻ ചെയ്ത ഒരു മാരേജ് സിസ്റ്റം ആണല്ലോ, അതിനെക്കുറിച്ച് എന്താ മീനാക്ഷിയുടെ അഭിപ്രായം? എനിക്ക് ആക്ച്വലി കല്യാണം കഴിക്കണ്ട എന്നുള്ളത് അതെനിക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് തോന്നണേ. കല്യാണം കഴിക്കണ്ട എന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യരുത്. അതായത് ഇപ്പം ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഞാൻ തെറ്റിദ്ധാരണയുടെ പുറത്ത് കല്യാണം കഴിക്കാണ്ടിരിക്കുമല്ലോ. അതായത് ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, അതായത് കല്യാണം മോശമാണ് എന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒന്ന് പോയി കല്യാണം കഴിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, കുറച്ചുകൂടെ എക്സ്പീരിയൻസ്, അതായത് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടിയിട്ട്, കുറച്ചുകൂടെ ലോകവിവരം കിട്ടിയിട്ട് നമുക്ക് അതാണ് വേണ്ടത് എന്ന് തോന്നുമ്പോൾ കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാം. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ കണ്ടീഷനിങ്ങിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഓക്കെ എന്താ പറയുക മറ്റേ ഈ ചെറിയ ചിന്താഗതിയുടെ പേരിൽ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ, കറക്റ്റ് സങ്കുചിതം, അതിന്റെ പേരിൽ നേരത്തെ തരുന്നു വിമുഖത, പിന്നെ അതിന്റെ പേരിൽ കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഫ് യു ഗെറ്റ് ദ പ്രോപ്പർ എക്സ്പോഷർ, അതിനെക്കുറിച്ച് ഒരു പ്രോപ്പറായിട്ടൊരു അറിവ് കിട്ടിയതിന് ശേഷം ഇഫ് യു ഫൈൻഡ് ലൈക്ക് അടിപൊളി പേഴ്സൺ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര അടിപൊളിയായിട്ട് പോകാൻ, നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ആളെ കണ്ടുപിടിച്ചു കല്യാണം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇനി കല്യാണം കഴിക്കേണ്ട, ലിവിങ് ടുഗദർ ആണ് അവർക്ക് താല്പര്യമുണ്ട്, നമുക്ക് അതിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുക, അല്ലാതെ ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഡെയിൻ്റെ കാര്യം ചോദിച്ചില്ലേ, ഇതേപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരിക്കും. ഉടൻ പണത്തിൽ തന്നെ ATM തന്നെ ചോദിച്ചു, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും അമ്മയെ കൊണ്ടുവന്നു, എന്തെല്ലാം ഞങ്ങൾ അമ്മയെ കൊണ്ടുവന്നത് ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല, എന്തെല്ലാം ഇതൊക്കെയായിരുന്നു നടന്നത്. അമ്മയെ കൊണ്ടുവന്നു, അമ്മമാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കി. പക്ഷേ ഇപ്പം തന്നെ ഞാൻ ചോദിച്ചല്ലോ അങ്ങനെ ഡെയിനിൻ്റെ ഒരു സംഭവം. അപ്പം ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണ എൻ്റെ അടുത്താണെങ്കിൽ എനിക്കെന്തോ തോന്നും, മീനാക്ഷി ഇതിനെയൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇതേപോലെ അങ്ങ് ഇഗ്നോർ ചെയ്ത നാളെ വേറൊരു സംഭവം വരും, അങ്ങനെ തന്നെയാണോ? ആ ഒരു അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിനൊക്കെ എന്നോടൊന്നും ഞാൻ പറയില്ല. പിന്നെ ഞാനിപ്പോ എന്താ പറയാനാ, നമുക്ക് തെളിവ് നിർത്താനൊന്നും പറ്റില്ലല്ലോ. ഡെയിന് എങ്ങനെയാണ് ഇത്? ഡെയിനോട് ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും. അവരും ഇല്ലാന്ന് തന്നെ പറയാല്ല, പിന്നെ ഇപ്പൊ വേറെന്താ പറയാ, അങ്ങനെ തന്നെ പറയും. ഇല്ലാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കുത്തി 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 ആഗ്രഹമുള്ളവരുണ്ട് ഇപ്പോഴും, അതാണ് അതിലും വലിയ കോമഡി. ആഗ്രഹമുള്ളവരുണ്ട്, അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഐ എം ലൈക്ക്, ഉടൻപണം കഴിഞ്ഞ് വി ഹാവ് ഗോൺ ടു ഫാർ, അത് കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. അത് വിടാൻ ആർക്കും ഒരുക്കമല്ല. നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പിന്നാലെ വരുന്നില്ല. പണ്ടത്തെ കാലം കുറെ കുറഞ്ഞു, പക്ഷെ ഇപ്പോഴും ആ ഉടൻപണം, ഭയങ്കര ഉടൻപണം ട്രൂ ഫാൻസ് ഉണ്ട്. അവർക്ക് ഇപ്പോഴും ചെറിയൊരു ആഗ്രഹമുണ്ട്. എൻ്റെ അടുത്ത് ചോദിക്കും ഇടയ്ക്ക്, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും, ഇല്ല എന്ന് പറഞ്ഞത് എന്നാലും ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നൊക്കെ പറയും. ഓ മൈ ഗോഡ്, അതുണ്ടാവും. ഞാനില്ല ഇല്ലാന്നല്ല, ഞാൻ വേറെന്ത് പറയാനാ, അതാണ് ഇല്ല എന്റെ പൊന്നു ചേട്ടാ, ഇല്ല ഞാൻ എന്ത് വേറെ പറയൂ.
ഇനി ഞാനേ ഒരു പാട്ട് പാത്തുമ്മയുടെ പാട്ടുണ്ടല്ലോ, പാത്തുമ്മയുടെ പാട്ട് എനിക്ക് തോന്നുന്നു സംഗീതം പഠിച്ചുകൊണ്ടാണോ അതോ ഈ ഭാഷയിൽ നല്ലൊരു പ്രാവീണ്യം ഉണ്ടായോണ്ടാണോ അറിഞ്ഞൂടാ, നല്ല ഗംഭീരമായിട്ട് ആ പാട്ട് പാടുന്നുണ്ട്. എനിക്ക് ടങ് ട്വിസ്റ്റേഴ്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ടങ് ട്വിസ്റ്റേഴ്സ് ഇപ്പൊ പറയാൻ ഭയങ്കര ഇഷ്ടം. ഞാനിന്ന് ആ പാട്ട് മൊബൈലിൽ കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് വന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ബാക്കിൽ വന്ന്. അപ്പം ചോദിക്കുന്നുണ്ട് ഇത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് കുട്ടികൾക്കത് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. അപ്പൊ ആ പാട്ടൊന്ന് പാടും. പാട്ടൊന്ന് പാടാൻ പറഞ്ഞാ പോരെ, അല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒഴിവാകും. അല്ല ഇതൊന്നും പാടാൻ വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ സീരിയസ് പാട്ട് പാടുമ്പോഴാണ് സീൻ. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ പാട്ടായതുകൊണ്ടല്ല, ഞാൻ ഉണ്ടാക്കിയ പാട്ടല്ല. അല്ലല്ല ഞാൻ ഉണ്ടാക്കിയ പാട്ടല്ല. ടിവിയിൽ വന്ന് ഞാൻ തന്നെ പാടിയ പാട്ടായോട്ടെ ഇനി എന്തായാലും എനിക്ക് വലിയ കുഴപ്പമില്ലല്ലോ. മറ്റത് അതുപോലല്ല. മറ്റത് ചിത്രചേച്ചി സുജാചേച്ചിയൊക്കെ പാടിയ പാട്ട് ഞാൻ പാടിക്കഴിഞ്ഞാൽ തീർന്നു. നമുക്ക് ടങ്ങിൽ വെച്ച് പിടിക്കാം. അതെ. ഖദീസുമ്മ ഉന്തല്ലേ തള്ളല്ലേ പന്തല് പൊളിഞ്ഞാടും കുടിച്ചാൻ കുടിക്കും ഗ്ലൂക്കോസും വെള്ളം പഞ്ചില നെഞ്ച് പഞ്ചുമലായിട്ട് കെട്ടിയാ പോണില്ല എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്നറിയില്ല ആവി വന്നില്ല പുട്ടിനാവി വന്നില്ല കുടത്തിൽ വെള്ളം പോരാഞ്ഞിട്ടോ പുട്ടിൻ്റെ തേങ്ങ പോരാഞ്ഞിട്ടോ ആവി വന്നില്ല പുട്ടിനാവി വന്നില്ല എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ മൈസൂര് പഴംകുട്ടി അടിക്കും ഞാനേ ഇങ്ങള് പുട്ടാണെങ്കിൽ ഞമ്മള് പുട്ടും കുറ്റിയാണേ ഇങ്ങള് ചില്ലാണെങ്കിൽ ഞമ്മള് കുപ്പിച്ചില്ലാണേ അയലും കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും അരയിലിരിക്കണ ബാളിങ്ങിട്ടടിക്കും ഞെക്ക കത്തണ വിളക്കിങ്ങിട്ടടിക്കും നല്ലൊരു കോയിൻ്റെ മുട്ടങ്ങിട്ടടിക്കും അയലുമ്മ കിടക്കണ തോർത്തിങ്ങിട്ടടിക്കും അരയിലിരിക്കണ ബാളിങ്ങിട്ടടിക്കും ഞെക്ക കത്തണ വിളക്കിങ്ങിട്ടടിക്കും നല്ലൊരു കോയിൻ്റെ മുട്ടങ്ങിട്ടടിക്കും ഞാനിപ്പോൾ പോവും പാത്തു പാട വെട്ടാന് ഇങ്ങള് പോയി മജ്ജത്തായാൽ ഞമ്മക്കാരാണ് ഐസ് ഖദീസുമ്മ. അടിപൊളി. ഇതൊക്കെ എങ്ങനെ പാടാൻ പറ്റുന്നു? ഇത്രയും വർഷമായിട്ട് ഇത് മറന്നിട്ടുമില്ലല്ലോ. അത് കോമഡി എന്ന് പറയാം. അയ്യോ അതാ ഞാൻ ഏത് ഇവന്റിന് പോയാലും കോളേജ് ഇവന്റിന് എന്തിനായാലും എല്ലായിടത്തും ഭയങ്കര മറ്റേ മോഡേൺ ആയിട്ട് ഭയങ്കര ഡോൾതപ്പായിട്ടൊക്കെ പോകും. അവിടെ ചെല്ലുമ്പോ ഐസ് ഖദീസും പാത്തുമ്മ എല്ലാം അവസാനം ചെന്ന് നിൽക്കുന്ന ഐസ് ഖദീസും പാത്തുമ്മല. ഞാനൊന്ന് ഭയങ്കര മോഡേൺ ആയിട്ട് ഐസ് ഖദീസും പാത്തുമ്മ എല്ലായിടത്തും ചെന്ന് നിന്നിട്ട് എനിക്ക് സ്ഥിരമായത് ഇതിപ്പോഴും ഭയങ്കര ശീലമായി. ഈ പാട്ടിന് എന്താ കുഴപ്പം? നല്ല കിട്ടിലോട്ട് അല്ല അതുകൊണ്ടല്ലേ പാട്ടിന് കുഴപ്പമുണ്ടല്ലോ. ഞാൻ ഭയങ്കര കാര്യം യാ എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ് ഖദീസും പാത്തുമ്മ ലാസ്റ്റ് അതിലാ ചെന്ന് നിൽക്കുക. അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം വന്നതേ, നേരത്തെ ഒരു മുത്തത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ സംസാരത്തിൻ്റെ ഇടയ്ക്ക്? മുത്തോ? ആ ഉമ്മയുടെ കാര്യം പറഞ്ഞതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ പിന്നെ അത് കണക്ട് ചെയ്തുള്ളൊരു ചോദ്യം ഞാനങ്ങ് വിട്ടു. ഇപ്പം ആ ചോദ്യം എനിക്ക് വന്നു. ജിംഖാന കണ്ടായിരുന്നോ? അത് കിളിച്ചോണ മാമ്പഴത്തിലെ ഡയലോഗാ. ഒരു മുത്തം തരാൻ പാടില്ല അതുണ്ടല്ലോ ചോദ്യം. ഈ ജിംഖാനയിലെ അതിനകത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ പലതരം കിസ്സസ്, എസ്കിമോ, ബട്ടർഫ്ലൈ, അങ്ങനെ ഉമ്മയുടെ തന്നെ പല പല അവസ്ഥാന്തരങ്ങൾ. അത് ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ കണ്ടും തള്ളിയിരുന്ന് സാധാരണയൊക്കെ ഒരു ഫ്രഞ്ച് കിസ്സിൽ നമ്മൾ ജീവിതം എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോയതാണ്. അപ്പോഴാണ് എസ്കിമോ, ബട്ടർഫ്ലൈ. ഞാനിത് കേട്ട് അന്തം വിട്ടിരുന്നു. ഞാൻ ഹസ്ബൻഡ് അടുത്ത് നോക്കി, ഇതൊക്കെ എന്താണ്? ഹസ്ബൻഡ് ഉടനെ വീട്ടിൽ വന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തു ബട്ടർഫ്ലൈ. നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കിസ് കൊണ്ട് ജീവിതം തള്ളി പിടിച്ച് എങ്ങനെയൊക്കെയോ പോയതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ബട്ടർഫ്ലൈ. അപ്പം ഞാൻ വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്റെ പെട്ടെന്ന് ഓർമ്മയിൽ ഇതാണ് വന്നത്. ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ ഈ ബട്ടർഫ്ലൈയും എസ്കിമോ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മീനാക്ഷി ഇതിലൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കും. അല്ല ഈ ഉമ്മകളുടെ അവസ്ഥാന്തരങ്ങൾ അറിഞ്ഞോടല്ലേ, ഇനി അതും കൂടെ അപ്പൊ അത് ഞാൻ വെച്ചാൽ അങ്ങനെയൊക്കെ ഉള്ള. കാരണം ഇപ്പോഴത്തെ 2K കിഡ്സിന്റെ ഓരോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അതുകൊണ്ട് എന്താ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ഈ ഒരു അപ്ഡേഷൻസേ, അതാണ് ഞാൻ
ഇതൊക്കെ അതാണ് ഞാൻ ഇങ്ങനെ ചോദിക്കണമെന്ന് വെച്ചിരുന്നത്. ഏതായാലും ഇനിയിപ്പം പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? പുതിയത് ഇനി മൂൺ വാക്ക് റിലീസാണ്. മൂൺ വാക്ക് കുറേ നാള് മുമ്പ് ഷൂട്ട് ചെയ്തതാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 മാലിക്കിന്റെ കൂടാണ് അതിന്റെ ഷൂട്ട്. 6 വർഷത്തോളമായി, 19 ആണെന്ന് തോന്നുന്നു. 6 വർഷത്തോളമായി ആ സിനിമ കഴിഞ്ഞിട്ട്. കുറച്ച് പ്രൊഡക്ഷൻ ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇനി മൂൺ വാക്ക് റിലീസ് ആവുന്നുണ്ടെന്നാണ് ഇപ്പോൾ റീസെന്റ് അപ്ഡേറ്റ്. ഈ മാസം അടുത്ത മാസം എന്തായിട്ട് റിലീസ് ആവുന്നുള്ളതാണ് റീസെന്റ് അപ്ഡേറ്റ്. അപ്പോൾ അതാണ്. പിന്നെ ഒരു തമിഴ് പടം ചെയ്തിട്ടുണ്ട്. തമിഴാ? അതൊരു ചെറിയ പടം, അത്ര എക്സൈറ്റഡ് ആവരുന്നില്ല. അതിലൊരു തമിഴ് പടം ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതും ഈ വർഷം മിഡോടെ റിലീസ് ആവും എന്നുള്ളതാണ് അറിവ്. നമുക്കൊരു നായികയുടെ റോളില് അതന്നെ, തമിഴ് പടത്തില് 2 ഹീറോയിൻസ് ഉണ്ട്. അതിൽ വഴി കൂടെ ഇങ്ങനെ ഒരു മെയിൻ നായികയായിട്ട് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? വിളിക്കട്ടെ, ഡയറക്ടേഴ്സ് ആരെങ്കിലും വിളിക്കട്ടെ. ഞാനിപ്പം പറയാനാ, നമുക്ക് ബേസിലിനോട് തന്നെ ചോദിക്കാം. അതെ ചോദിക്കാം. വിളിച്ചിട്ട് അതെന്റെ മനസ്സിലുണ്ട്. ഞാൻ ചേട്ടാ. ഏതായാലും മീനാക്ഷി, നല്ല രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കുന്ന ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. അല്ലേ, നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ചോണ്ടിരുന്ന ക്യാമറ എടുത്ത് മാറ്റായിരുന്നു. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഏതായാലും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ, ഇനി നല്ല നല്ല അടിപൊളി റോൾസ് കിട്ടട്ടെ, ഭാവിയിൽ വലിയൊരു നായികയാവട്ടെ, ബേസിലിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ. അന്ന് അഭിനയിക്കുമ്പോൾ ഇത് കട്ട് ചെയ്തിടാം നമുക്ക്. അതെ അതെ, ചേച്ചിയുടെ നോക്ക് പൊന്നായി. അപ്പോൾ ലൈക്കബിൾ ക്യാരക്ടർ ആണല്ലോ. അതെ അതെ, ലൈക്കബിൾ ക്യാരക്ടർ ആണല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു മീനു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.